നമസ്കാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന വ്യവസായ കേന്ദ്രം വർത്തമാനവും ഭാവിയും എന്ന ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 1964 സ്ഥാപിതമായ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അക്കാദമിക് മികവും വ്യവസായ അനുഭവവും കൈകോർക്കുന്ന രാജ്യത്തെ പ്രമുഖ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. NIRF റാങ്കിങ്ങിൽ സംസ്ഥാന സർവകലാശാലകളിൽ 6-ാം സ്ഥാനവും KIRF റാങ്കിങ്ങിൽ 1-ാം സ്ഥാനവും നേടി ക്യുസാറ്റ് ഭാവിയെ നേർക്കാണുന്ന ചിന്തയും കഴിവുമുള്ള നേതാക്കളെ രൂപപ്പെടുത്തുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ KSSIA കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളുടെ ശബ്ദവും ശക്തിയും കൂടിയായ ഒരു പ്രമുഖ സംഘടനയാണ്. സംരംഭകരെ പിന്തുണച്ച് വ്യവസായ വളർച്ചയെ മുന്നോട്ട് നയിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ദിശാബോധം നൽകുന്ന സംഘടനയാണിത്. അതിനാൽ തന്നെ ഇന്നത്തെ ഈ വേദി അക്കാദമിക് ലോകവും വ്യവസായ മേഖലയുമായി കൈകോർക്കുന്ന ഒരു സുപ്രധാന സംഗമമാണ്. വ്യവസായ കേന്ദ്രം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഈ സെമിനാർ നിലവിലെ വ്യവസായ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിനോടൊപ്പം ഭാവിയിലെ സാധ്യതകളും വെല്ലുവിളികളും തിരിച്ചറിയുന്നതിനുള്ള ഒരു പ്രധാന വേദി കൂടിയാണ്. വ്യവസായ മേഖലയിലെ വലിയ മാറ്റങ്ങളുടെ വഴിത്തിരിവിലാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സസ്റ്റൈനബിലിറ്റി എന്നിവ വ്യവസായങ്ങളുടെ പ്രവർത്തന രീതികളെയും തീരുമാന പ്രക്രിയകളെയും പുനർനിർവചിക്കുന്നു. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തൊഴിൽ സൃഷ്ടിയിലും സാമ്പത്തിക വളർച്ചയിലും നിർണായക പങ്കുവഹിക്കുന്നു. എന്നാൽ റിസോഴ്സ് കൺസ്ട്രെയിൻസ്, മാർക്കറ്റ് കോമ്പറ്റീഷൻ, പോളിസി ചലഞ്ചസ് തുടങ്ങിയ വെല്ലുവിളികളും ഇവർ നേരിടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ ചർച്ച 3 പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. നിലവിലുള്ള വ്യവസായ സാഹചര്യങ്ങൾ എന്താണ്? നിലവിലെ ശക്തികളും ദൗർബല്യങ്ങളും എന്തൊക്കെയാണ്? പുതിയ സാങ്കേതിക വിദ്യകളുടെ നയപരമായ മാറ്റങ്ങളും വ്യവസായ മേഖലയെ എങ്ങനെ സ്വാധീനിക്കുന്നു? സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഇന്നൊവേഷൻ ആൻഡ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഉറപ്പാക്കാൻ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം? ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനായി ഇന്നത്തെ വേദിയിൽ നമ്മോടൊപ്പം നിരവധിയായ പ്രഗത്ഭരായ പാനലിസ്റ്റുകൾ സന്നിഹിതരായിട്ടുണ്ട്. ലെറ്റ് മീ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് ഈച്ച് വൺ ഓഫ് ദം. ആദ്യമായി ഈ ചർച്ചയെ നയിക്കുന്ന മോഡറേറ്ററിനെ പരിചയപ്പെടാം. ശ്രീ CJ ജോർജ് സർ. ജിയോജിത്തിൻ്റെ MDയും ക്യുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗവുമാണ് അദ്ദേഹം. 1987 സ്ഥാപിതമായ ജിയോജിത്ത് ശ്രീ ജോർജ് സാറിൻ്റെ ശക്തമായ നേതൃപാടവത്തിൽ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രമുഖ നിക്ഷേപ സേവന സ്ഥാപനങ്ങളിലൊന്നായി വളർന്നു വന്നിരിക്കുകയാണ്. വ്യക്തിഗത നിക്ഷേപകരിൽ നിന്നും സ്ഥാപനങ്ങളോളം വിശ്വാസം നേടിയ ജിയോജിത്ത് സാമ്പത്തിക സേവന രംഗത്ത് സ്ഥിരതയും മികവും തെളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി നമുക്ക് പാനലിസ്റ്റുകളെ പരിചയപ്പെടാം. ആദ്യമായി ഡോക്ടർ വിജു ജേക്കബ്, Executive Chairman of Synthite Industries Limited, a global leader in spice, oleoresins and plant-based natural product solutions. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സിന്തൈറ്റ് നാച്ചുറൽ ഫ്ലേവർ, ഫ്രേഗ്രൻസ്, ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിൽ ലോകവ്യാപകമായ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. വ്യവസായ വളർച്ചയ്ക്കൊപ്പം കർഷകരുടെ തൊഴിൽ സൃഷ്ടിയിലും സസ്റ്റൈനബിൾ ഇനീഷ്യേറ്റീവ്സിലും അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ ശ്രദ്ധേയമാണ്. അടുത്തതായി ശ്രീ നവാസ് മീരൻ, ചെയർമാൻ ഓഫ് ഗ്രൂപ്പ് മീരൻ. ടീ, മാനുഫാക്ചറിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു വൈവിധ്യമാർന്ന വ്യവസായ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ ഈസ്റ്റേൺ കോണ്ടിനെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്സിൻ്റെ CEO ആയിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. CII സൗത്ത് റീജിയൻ ചെയർമാൻ, KSIDC ഡയറക്ടർ, CII നാഷണൽ കൗൺസിലെ വിവിധ പ്രധാന ചുമതലകൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മിസ്റ്റർ നവാസ് മീരാൻ. അടുത്തതായി നമുക്ക് പരിചയപ്പെടാം ശ്രീ ജോർജ് ഉമ്മൻ, യൂണിറ്റ് ഹെഡ് അറ്റ് അപ്പോളോ ടയർസ് ലിമിറ്റഡ്, കൊച്ചി.
നമുക്കറിയാവുന്നതുപോലെ അപ്പോളോ ടയേഴ്സ് ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളിലൊന്നാണ്, ടയർ നിർമ്മാണ കമ്പനികളിലൊന്നാണ്. യാത്രാവാഹനങ്ങൾ, വാണിജ്യ വാഹനങ്ങൾ, ഓഫ് ഹൈവേ വിഭാഗങ്ങൾ എന്നിവയ്ക്കായി ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിയാണിത്. 1972 സ്ഥാപിതമായ അപ്പോളോ ടയേഴ്സ് നവീകരണം, വിശ്വാസ്യത, മികച്ച സേവനം എന്നിവയെ ആധാരമാക്കി ആഗോളതലത്തിൽ ശക്തമായ സാന്നിധ്യം നേടിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വിമൽ ഗോവിന്ദ്, ജെൻ റോബോട്ടിക്സിൻ്റെ CEO ആൻഡ് co-founder. ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ടീമുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മനുഷ്യജീവിതത്തിന് ഭീഷണിയില്ലാതെ മാൻഹോൾ ശുചീകരണത്തിനായുള്ള പേറ്റന്റ് നേടിയ റോബോട്ടിക് സംവിധാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. ടെക്നോളജിയിലും സാമൂഹിക സ്വാധീനത്തിലും നൽകിയ സംഭാവനകൾക്ക് ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ പട്ടികയിലും അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അവസാനമായി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഈ ചർച്ചയുടെ സ്പോൺസർ കൂടിയായ KSSIAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ നസറുദ്ദീൻ. ചെറുകിട വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളും സാധ്യതകളും ആഴത്തിൽ മനസ്സിലാക്കി സംരംഭകരുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. വ്യവസായ വികസനത്തിനും സംരംഭക വളർച്ചയ്ക്കുമായി സജീവമായി ഇടപെടുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് വ്യാപകമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. And these are our panelists. Before moving on to the discussion, let us have an official note. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറും IQACയുടെ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ സാം തോമസ് സർ. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും നേതൃപാടവവും ക്യുസാറ്റിനെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് സ്വാഗതം അറിയിക്കുന്നതിനായി സാം സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചർച്ചയുടെ മോഡറേറ്റർ ശ്രീ CJ ജോർജ്, പാനലിസ്റ്റ് അംഗങ്ങളായ ഡോക്ടർ ബിജു ജേക്കബ്, മിസ്റ്റർ നവാസ് മീരാൻ, മിസ്റ്റർ ജോർജ് ഉമ്മൻ, മിസ്റ്റർ നസറുദ്ദീൻ, മിസ്റ്റർ വിമൽ ഗോവിന്ദ്, KSIA പ്രധാനം ചെയ്തിരിക്കുന്ന ഭാരവാഹികൾ, മെമ്പേഴ്സ്, എൻ്റെ ഫാക്കൽറ്റി കൊളീഗ്സ്, സ്റ്റുഡൻസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ഇൻഡസ്ട്രി ശില്പശാലയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു ഘടകം ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വ്യാവസായിക പുരോഗതിയാണ്. അത് ഒരു GDPയുടെ ഫോർമേഷൻ ആണെങ്കിലും, തൊഴിലവസരങ്ങളുടെ സൃഷ്ടിക്കലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കേസിലാണെങ്കിലും, ക്വാളിറ്റി ഓഫ് ലിവിങ്ങിൻ്റെ കേസിലാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലാണെങ്കിലുമൊക്കെ ഇതിൻ്റെ എല്ലാം അവൈലബിലിറ്റി ആ പ്രദേശത്തിൻ്റെ വ്യാവസായിക പുരോഗതിയുമായിട്ട് വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെ എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 70 വർഷത്തെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം, കേരളത്തിലെ വ്യവസായ രംഗത്തിന് ഉയർച്ചയും താഴ്ചയും കുതിപ്പും കിതപ്പും വളർച്ചയും തളർച്ചയും എല്ലാം സംഭവിച്ച് അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ കടന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഒരു പ്രത്യേകമായൊരു ഊർജ്ജമുണ്ട്, വളരെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് റോളുണ്ട്, അതിൽ എക്കോ സിസ്റ്റത്തിലെ പ്ലേയേഴ്സിൻ്റെ റോളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന റോള് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുത്ത എൻ്റർപ്രണേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, നിങ്ങൾ കൊടുത്ത ഒരു ദിശാബോധം, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ് ഈ കേരളത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ കുറേ കുട്ടികളുമൊക്കെ നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ ഈ പുരോഗതിയിലാണ്. നമ്മൾ കുറേ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു അവലോകനം ആവശ്യമാണ്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, ഇത് മതിയോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനമാണ്, ഒരു തുറന്ന ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കാഡമിക് ഇവൻ്റ് എന്നൊരു പ്രപ്പോസലുമായിട്ട് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ KSSIA ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ക്യുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇത് പൂർണ്ണമായി സ്വാഗതം ചെയ്തു. കാരണം ഇങ്ങനെയുള്ള ഒരു അക്കാഡമിക് ഡിസ്കഷൻസിനെ നയിക്കേണ്ടത്, അതിനുവേണ്ടി വേദി ഒരുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പ്രത്യേകിച്ചും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മുടെ ഇൻഡസ്ട്രി കൊളാബറേഷനാണ്.
അതിന് ഏറ്റവും നല്ല 2 ഉദാഹരണങ്ങൾ നമ്മുടെ സ്റ്റേജിൽ തന്നെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന 2 പ്രമുഖ കമ്പനികൾ. ഇപ്പോൾ സിന്തൈറ്റുമായിട്ട് ചേർന്ന് വിജു ജേക്കബ് സാർ നയിക്കുന്ന സിന്തൈറ്റുമായിട്ട് ചേർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പാണ് CV ജേക്കബ് സെൻറ്റർ ഫോർ ബയോ മാനുഫാക്ചറിങ് ആൻഡ് സിന്തറ്റിക് ബയോളജി നമ്മൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതുപോലെ ജിയോജിത്തുമായിട്ട് ചേർന്ന് ജിയോജിത്ത് ക്യൂസാറ്റ് സെൻറ്റർ ഓഫ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, ഇത് 2 ഗവേഷണ കേന്ദ്രങ്ങൾ ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് രണ്ടും ബാക്കിയുള്ള സർവകലാശാലകൾക്ക് ഒരു റോൾ മോഡലായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റി. ഇതുപോലെ ബാക്കി കുറേ കമ്പനികളുമായിട്ട് ചേർന്ന് നമ്മൾ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ലോഞ്ച് ചെയ്ത വേറെ വലിയൊരു പ്രോജക്റ്റാണ് സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഏതാണ്ട് ഒരു 200 കോടിയിൽ പരം ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് ക്യൂസാറ്റ് ക്യാമ്പസിൽ ഉള്ളത്. അത് എല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് ഞങ്ങളൊരു സിംഗിൾ പ്ലാറ്റ്ഫോം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അത് ഉപയോഗിക്കാനും നിങ്ങളുടെ ടെസ്റ്റിംഗ് റിസർച്ച് ഫെസിലിറ്റികൾക്ക് വേണ്ടി ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ലാബ് ഫെസിലിറ്റികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ക്യൂസാറ്റ് CF സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അത് അവൈൽ ചെയ്യാം, ബുക്ക് ചെയ്യാം. അതിൻ്റെ ഫെസിലിറ്റികൾ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റുകളും ലബോറട്ടറികളും നമ്മൾ ഇൻഡസ്ട്രീസിന് വേണ്ടി തുറന്നിടാനുള്ള ഒരു ധീരമായ തീരുമാനമാണ് കഴിഞ്ഞ തവണ സിൻഡിക്കേറ്റ് എടുത്തത്. അപ്പോൾ അതും നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. പിന്നെ ട്രെയിനിങ് രംഗത്താണെങ്കിലും ഞങ്ങൾ വളരെ പുതിയ നൂതനമായ പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ഒരു എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം, 2nd സാറ്റർഡേ സൺഡേ 4th സാറ്റർഡേ സൺഡേ 4 ദിവസം മാസത്തിൽ ജോലിക്ക് കോളേജിൽ വന്നിട്ട് ക്യൂസാറ്റിൻ്റെ പ്രസ്റ്റീജിയസ് MBA നേരിടാനുള്ള ഒരു അവസരം ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനും ഒക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവും. അതും അങ്ങനെയുള്ള കുറേ നൂതനമായ പ്രോഗ്രാംസുകൾ, എക്സിക്യൂട്ടീവ് MTech പ്രോഗ്രാം എല്ലാം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ ഇരുകൈയോടും കൂടി നമ്മൾ സ്വീകരിക്കുകയും അതിന് വേദി ഒരുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. പാനലിസ്റ്റുകളെ നിങ്ങൾക്ക് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാനതുകൊണ്ട് സമയമെടുക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ചർച്ചയെ മോഡറേറ്ററായിട്ട് നയിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പറും ജിയോജിത്തിൻ്റെ MDയുമായ ശ്രീ CJ ജോർജ് സാറാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഓർഗനൈസേഴ്സിൻ്റെ പേരിലും ഞാൻ സാറിന് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ പാനലിസ്റ്റായിട്ട് ഡോക്ടർ വിജു ജേക്കബ് സാറുണ്ട്. അദ്ദേഹം CB ജേക്കബ് സാർ എന്ന കേരളത്തിലെ അഭിമാനമായിരുന്ന ഒരു എൻ്റർപ്രണർ തുടങ്ങിയ ഒരു കമ്പനിയെ, സിന്തൈറ്റിനെ ഇന്ന് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ വാല്യൂ ആഡഡ് സ്പൈസസ് കമ്പനിയാക്കി വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും തീക്ഷ്ണാശക്തിയുമാണ്. സാർ, എല്ലാവരുടെയും പേരിൽ ഞാൻ അങ്ങേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി രംഗത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് മിസ്റ്റർ നവാസ് മീരാൻ. മീരാൻ ഗ്രൂപ്പിൻ്റെ MD, ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സിൻ്റെ CEO തൊട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള ലെവലിൽ തൊട്ട് CAയുടെ പാസ്റ്റ് പ്രസിഡൻറ്റ്സ്, ഡയറക്ടേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സാർ, വി ആർ ഓൾ ഹാപ്പി ടു ഹാവ് യു ഹിയർ. അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ജോർജ് ഉമ്മനാണ്. അപ്പോളോ ടയേഴ്സ് എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമായൊരു മൾട്ടിനാഷണൽ ബ്രാൻഡാണ്. ഇത് ഒരു ഹരിയാന ഹെഡ് ക്വാർട്ടേഡ് കമ്പനിയാണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് ഒരു കേരള കമ്പനിയാണ്. കാരണം ഇവിടെ ആദ്യത്തെ പ്ലാന്റ് തുടങ്ങിയത് നമ്മുടെ അടുത്താണ്. അപ്പം അപ്പോളോ കൊച്ചിൻ യൂണിറ്റിനെ നയിക്കുന്ന ശ്രീ ജോർജ് ഉമ്മൻ സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഒരു ന്യൂ ജനറേഷൻ എൻ്റർപ്രൈസ്, ഇപ്പോൾ നമുക്കറിയാം ഇതെല്ലാം സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിന് തനതായൊരു സ്ഥാനം നേടിക്കൊടുത്ത കേരളീയരുടെ അഭിമാനമായ ഒരു കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. വളരെയേറെ ന്യൂസ് കവറേജ് കിട്ടുകയും ഇൻ്റർനാഷണൽ അംഗീകാരങ്ങൾ വരെ നേടുകയും ഫോബ്സിൻ്റെ ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്ത ജെൻ റോബോട്ടിക്സിനെ പ്രദാനം ചെയ്ത് co-founder ഉം CEOയുമായ മിസ്റ്റർ വിമൽ ഗോവിന്ദുണ്ട്. ഹാർദവമായ സ്വാഗതം വിമൽ. മിസ്റ്റർ നസറുദ്ദീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ ഓർഗനൈസർ തന്നെയാണ്. KSSIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പ്രോഗ്രാമിൻ്റെ ആസൂത്രകനും നമ്മുടെ എല്ലാവരുടെയും ഒരു മുന്നോട്ട് ഐഡിയകളുമായിട്ട് നയിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം നമുക്ക് കുറേ വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി റെപ്രസെൻ്റ് ചെയ്തിട്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, ഫാക്കൽറ്റി, കോർഡിനേറ്റേഴ്സ്, സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. KSSIയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ജില്ലാ ഭാരവാഹികൾ, ബാക്കി ഓഫീസ് ബെയറേഴ്സ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജോസാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നടന്ന സന്നീസുണ്ട്, ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവർക്കും, ബാക്കി എല്ലാ മെമ്പേഴ്സിനും ഔദ്യോഗികമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വാല്യൂ ആഡഡായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അടുത്തതായിട്ട് ചർച്ച ആരംഭിക്കാനായിട്ട് ഞാൻ ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ്.
നമസ്കാരം. താങ്ക് യു ഡോക്ടർ സാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ സെമിനാർ കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷനും SMS ചേർന്നത് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുമാത്രമല്ല ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടമായിരുന്നു നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നത്. ഇത് സത്യം പറഞ്ഞാൽ അൺതിങ്കബിൾ ആയിരുന്നു. കേരളത്തിൽ ഇത് സംഭവിക്കുമോ എന്നുള്ള രീതിയിലായിരുന്നു. പുറത്തൊക്കെ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയൊക്കെ ആയിട്ട് വളരെ അടുത്ത് ചേർന്ന് ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ്. വളരെ അൺതിങ്കബിളായിട്ടാണ് ആളുകൾ ഇതിനെ കാണുകയുണ്ടായത്. അപ്പോൾ കേരളത്തിൽ 2021 28ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 2025-26 ഒന്നാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിലെത്തുക എന്നത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. ഓരോ മലയാളിക്കും, ഓരോ മലയാളി ബിസിനസ്സുകാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം നടന്ന 1-2 കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായത്, ഇൻവെസ്റ്റ് കേരള എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒരു വലിയ കോൺഫറൻസ് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ച് നടത്തുകയുണ്ടായി. ഇതിനു മുമ്പ് നടത്തിയിരുന്ന എല്ലാ ഇൻവെസ്റ്റ് കേരള ഇങ്ങനത്തെ എല്ലാ കോൺഫറൻസുകളെയും അപേക്ഷിച്ച് നോക്കിയാൽ ഇത് വളരെ വിജയകരമായിരുന്നു. അതിൻ്റെ കാരണം അതിനകത്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഇവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പ്രൊജക്റ്റ് തുടങ്ങിയിരിക്കുന്നു. ആ നിലയിൽ നോക്കിയാൽ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നതാണ്, ഈ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് കേരളത്തെ ഷോക്കേസ് ചെയ്യാനായിട്ട്, അതിനുവേണ്ടി പണം മുടക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവുന്നത്. ഇതിന് നമ്മളത് ആഗോള ബിസിനസ്സുകാരെ കാണുന്നു എന്ന നിലയിൽ ഇതിനെ കാണുന്നില്ല. ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ്സുകാരെ എല്ലാവരെയും കൂടെ കാണണമെങ്കിൽ സത്യം ഞാൻ ഡാവോസിൽ പോകണം. അല്ലെങ്കിൽ ഇന്ത്യൻ നിക്ഷേപകരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കിട്ടുന്ന ഒരു സ്ഥലം യഥാർത്ഥത്തിൽ ഇന്ത്യയിലില്ല. അപ്പോൾ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഈ നിക്ഷേപ കാര്യങ്ങളിൽ നിക്ഷേപം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും അത് ഷോക്കേസ് ചെയ്യുന്നത് ഡാവോസിലാണ്. അപ്പം ജനങ്ങൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാവരെയും കാണാനായിട്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെന്ന്. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്ത്യൻ ബിസിനസ്സുകാരെ, അവരാണ് ഡാവോസിലെത്തുന്ന, അവർക്കും നമ്മുടെ കേരളത്തെക്കുറിച്ച്, കൊച്ചു കേരളത്തെക്കുറിച്ച് അറിയണം. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതുപോലെ കേരള ഗവൺമെൻറ് വളരെ പല കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരു ESG പോളിസി ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ എന്തൊക്കെ കേരളത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്ന് പറഞ്ഞാലും നമുക്കിവിടെ ഒരു റെസ്പോൺസിബിൾ ബിസിനസ്സേ നടത്താൻ പറ്റും. നമുക്കും ഒരു റെസ്പോൺസിബിലിറ്റി വേണം ബിസിനസ് നടത്തുന്നവർക്ക്. ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സ്ട്രെങ്താണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആ രംഗത്ത് കേരളം ആർജിച്ചിട്ടുണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സെമിനാർ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അത് ഈ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നവർ ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആളുകളാണ്. വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ, സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രനേഴ്സ്, അവരുടെ ഫൗണ്ടേഴ്സിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള കേരളത്തെക്കുറിച്ചും കേരള അന്തരീക്ഷത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയവരാണ്. അതുകൊണ്ട് അതുപോലെ ന്യൂ ജനറേഷൻ, വിമലിൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ എല്ലാവരും അഭിമാനിക്കേണ്ട ഒരു സംരംഭകനാണ് വിമലും വിമലിൻ്റെ കൂടെയുള്ള മറ്റ് ഫൗണ്ടേഴ്സ്. അപ്പോളോ ടയർ ആണെങ്കിൽ ആദ്യം ഡോക്ടർ സാം പറഞ്ഞ മാതിരി കേരളത്തിൽ നിന്നുണ്ടായ കമ്പനിയാണ്. ഇന്ന് പക്ഷേ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം ആളുകൾ, ഇത് കേരള കമ്പനിയാണെന്ന്. കേരളത്തിൽ നിന്ന് തുടങ്ങിയ കമ്പനിയാണ് അപ്പോളോ ടയേഴ്സ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ കേരളത്തിന് വലിയ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള പല വിഷമതകളും കേരളത്തിനുണ്ട്. അത് തനതായ പ്രശ്നങ്ങളാണ്. നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റി അങ്ങനെ മുതലായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട്
നമുക്ക് വലിയ വൻകിട സ്ഥാപനങ്ങൾക്ക് സാധ്യതയില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ എൻവയൺമെൻറ്റിനെ നോക്കിക്കാണേണ്ടതും. ധാരാളം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസാണ് ഇവിടെ വരേണ്ടത്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അതിനൊരു പ്രശ്നമല്ല. ഏത് സൈസിലുള്ളവരുടെ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും, സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവരെല്ലാവരും ഒരു 10 മിനിറ്റ് വീതം ആദ്യമൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് സമയത്തിൻ്റെ നോക്കിയിട്ട് സെക്കൻഡ് റൗണ്ട് നമുക്ക് അതേക്കുറിച്ച് സെക്കൻഡ് റൗണ്ട് കൂടി ആലോചിക്കാം. ഒരു പക്ഷേ രാഷ്ട്രീയമല്ലെങ്കിൽ നമുക്ക് ഇടതുവശത്ത് നിന്ന് തുടങ്ങാം. അതിൻ്റെ പ്രധാന കാരണം വിമൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടും കൂടിയാണ്. വിമലും വേറെ 3 സ്റ്റുഡൻസും കൂടി നമ്മുടെ കുറ്റ്യാടിയിലെ MES കോളേജിലെ ക്യാമ്പസിൽ അവിടുത്തെ എൻ്റർപ്രനർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ജെൻ റോബോട്ടിക്സ്. ഇപ്പോൾ 50 കോടിയോളം വരുമാനമുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. റോബോട്ട്സ്, ഡീപ്പ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള റോബോട്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കേരളത്തിൽ നിന്നുണ്ടായി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ വരെ ഓർഡർ, ഇപ്പോൾ ഗവൺമെൻറ് എൻറ്റിറ്റിയുടെ ഓർഡർ ലഭിച്ചിരിക്കുകയാണ് അവർക്ക്. അതുകൊണ്ട് ഒരു ഡീപ്പ് ടെക് സംരംഭകൻ ഇന്ന്, പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ പലരും ഉണ്ട് ഇവിടെ, അപ്പോൾ അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടുന്നതാണ് വിമലിൻ്റെ ഇന്നത്തെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിമലിനോട് ചോദിക്കാനുള്ളത്, എന്തായിരുന്നു നിങ്ങളുടെ ഈ സാധാരണ കേരളത്തിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഞാനൊക്കെ ബിസിനസ് തുടങ്ങി 1 വർഷം കഴിഞ്ഞാണ് വീട്ടിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തായിരുന്നു മോട്ടിവേഷൻ? നിങ്ങൾക്ക് കേരളത്തിലെ എൻവയൺമെൻറ്റിനെ കുറിച്ച്, ഇപ്പോഴത്തെ ബിസിനസ് എൻവയൺമെൻറ്റിനെ കുറിച്ച്, കേരളത്തിൽ നിന്ന് ഫണ്ടിങ് കിട്ടുന്നതിനെ കുറിച്ച് ഒക്കെ വിമലിനൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതാണ് വിമലിനോട് ഒന്ന് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഹലോ ഞാൻ MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറത്താണ് പഠിച്ചത്. കുറ്റിയാട് അല്ല സാർ, കുറ്റിപ്പുറമായിരുന്നു. കുറ്റിപ്പുറ. എൻ്റെ ഒപ്പം ഞങ്ങൾ 4 കോ-ഫൗണ്ടേഴ്സും എൻ്റെ ഒപ്പം കോളേജിലുണ്ടായിരുന്ന വേറെ 4 ടീമും കൂടി 8 ആൾക്കാരനുസരിച്ചിട്ട് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. ഞാനൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. എൻ്റെ ഫാദർ പട്ടാളത്തിലായിരുന്നു, എൻ്റെ അമ്മ ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് പോയത് തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ള ഒരു ആംഗിളിലാണ് പോയത്. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് 3rd ഇയറിൽ പഠിക്കുമ്പോഴാണ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ദേ ഹാവ് ക്രിയേറ്റഡ് എ സെൽ ഇൻ എവറി കോളേജ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് മോർ ദാൻ 300 കോളേജസിലുണ്ട് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ എന്നുള്ള. അപ്പം ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും എടുത്ത് നടത്താനൊക്കെ വേണ്ടിയിട്ട് ഒരു ഉത്സാഹം ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഓഫ് ടീമാണ്. അപ്പോൾ NSS, നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സോഷ്യൽ സർവീസിൻ്റെ പരിപാടികളും IDC ഏറ്റവും ആദ്യം വന്ന സമയത്ത് ഞങ്ങളത് പിക്കപ്പ് ചെയ്തു, ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ അതായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈവൻ നോട്ട് ഫോർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയല്ല IDCനായിട്ട് കണക്ട് ചെയ്ത്. നമ്മൾ കോളേജിൽ ഒരു കാര്യം ചെയ്യണം, ഒരു നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് അതിനെ എടുത്തത്. പക്ഷെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് കുറേ ഇങ്ങനത്തെ ഇവൻറ്റുകളൊക്കെ നടത്താൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ എന്താ പറയുക, ആ എക്കോസിസ്റ്റത്തായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലൊരു ഇപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു സെൻ്ററായിട്ട് മാറിയിട്ടാണ്. അന്നതൊരു ചെറിയൊരു, എനിക്ക് തോന്നുന്നത് 300 സ്ക്വയർ ഫീറ്റോ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയൊറ്റ ബിൽഡിങ്. ആ ബിൽഡിങ്ങിൽ ഞങ്ങൾ പോയി ഒന്ന് കാണാനൊക്കെ വേണ്ടി. അപ്പോൾ അവിടെ കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്കും ഒരു സീറ്റും ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം? ഇതൊരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിയാണ്, ഒരു ഡെസ്ക് ഇട്ടിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും കമ്പനി റൺ ചെയ്യാമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ടൊരു സംഭവം, ആ ടൈമിലും നമ്മളൊരു കമ്പനി തുടങ്ങാന്നുള്ള കോളിലേക്ക് പോയില്ല. പകരം അഗെയിൻ ഈ പ്രാരാബ്ദങ്ങൾ കൊണ്ടും മിഡിൽ ക്ലാസ്സിൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ജോലി, കോളേജ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഒരു 3 മാസത്തോളം ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷേ ഈ IDCയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സഞ്ചരിച്ച സമയത്ത് റോബോട്ടിക്സ് എന്നുള്ള ഒരു എലമെൻ്റായിട്ട് ടെക്നോളജി, റോബോട്ടിക്സ്, ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ കിട്ടി. ഞങ്ങളുടെ എല്ലാവർക്കും റോബോട്ടിക്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഈ കോളേജ് പഠിക്കുന്ന സമയത്തിന് റോബോട്ടിക്സ് ഷുഡ് ബി ദ ഇൻഡസ്ട്രി, ഞങ്ങൾ വർക്ക് ചെയ്യേണ്ട ഇൻഡസ്ട്രി റോബോട്ടിക്സ് ആണെന്നുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോൾ എടുക്കേണ്ടി വന്നു. ആ റോബോട്ടിക്സിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു.
ആ പ്രൊജക്റ്റുകൾ അനുസരിച്ച് നല്ല കമ്പനിയിൽ ജോലിയും കിട്ടി. അപ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. നല്ലൊരു ജോലി കിട്ടിയാൽ, കാരണം കേരളത്തിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് കാലം വർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഒരു ഇതിലും കൂടുതൽ റോബോട്ടിക്സിൽ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷേ പല ഇൻഡസ്ട്രീസും അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അവരിപ്പോഴും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണാതെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെയാണ് ഈ ഓപ്പർച്യൂണിറ്റി, നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ. ഇതിനെ ശരിക്കും ശക്തി പകർന്നത് കേരള വിമൽ, ഇവിടുത്തെ ബിസിനസ് എൻവയൺമെൻറ്റ്, ഇവിടെ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചു, ഇത്രയും സ്കെയിലപ്പ് ചെയ്യാൻ സാധിച്ചു, അതൊക്കെ ആയിരിക്കും അവർ കുറച്ചുകൂടി ഒരു താല്പര്യം ടെക്നോളജിയെക്കാളും. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? അപ്പോൾ ഞാൻ വന്നത് അതിലേക്ക് തന്നെയാണ്. അതായത് ഈ ബിസിനസ് ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു 10 lakhs ഗ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ ഒരു 10 lakhs ഗ്രാൻഡ് നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തരും. അപ്പോൾ ഇത് ഒരു വലിയൊരു ഹ്യൂജ് ഫണ്ടാണ്. ഒരു സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ഐഡിയയിലോ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടാണ് അത്. ഞങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ആ ഓപ്പർച്യൂണിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്തു. അതായത് നമുക്കൊരു എക്സോസ്കെൽട്ടൻ ബിൽഡ് ചെയ്യാം ഫസ്റ്റ്. അതായത് ഞങ്ങൾ റോബോട്ടിക് എക്സോസ്കെൽട്ടൻ ആളുകൾക്ക് വയ്യാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സോസ്കെൽട്ടൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ഐഡിയ. അതിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. അന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഈ ഐഡിയ ഗ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് ഫണ്ടിങ് കിട്ടി. ആ ഫണ്ടിങ് ഉപയോഗിച്ച് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഡെവലപ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇത്ര ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ മനസ്സിലായി 10 lakhs കൊണ്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് കാരണം നമുക്കതിൻ്റെ ഗ്രൂപ്പും ടീമും സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ദെൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ത്രൂ തന്നെ അടുത്തൊരു ഡെവലപ്മെൻറ്റ് സംഭവമാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്നുള്ളൊരു സ്കീമുണ്ട്. അതായത് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ് അസ് ടു കണക്ട് വിത്ത് ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലുള്ള ഇൻവെസ്റ്റേഴ്സും വരും. നമുക്ക് അവിടെ പോയി സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടും. അപ്പോൾ ഇതിൽ കേരള ഗവൺമെൻറ് ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഫണ്ട് ഓഫ് ഫണ്ടിൽ. ഒരു 50% ഓഫ് ദി ഫണ്ട് ഈസ് കമ്മിങ് ടു ദീസ് ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രം കേരള ഗവൺമെൻറ് ആൻഡ് റെസ്റ്റ് ഈസ് ബീൻ ടാപ്ഡ് ബൈ ദം. അപ്പോൾ ഒരു 50-50 റേഷ്യോയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൾ എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ചില ഇൻവെസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ബിക്കോസ് ഓഫ് ദിസ് സ്കീം ഓൺലി ദേ ട്രാവൽ ഫ്രം ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം, ദേ ട്രാവൽ ഫ്രം മുംബൈ ടു ട്രിവാൻഡ്രം. ആൻഡ് ദാറ്റ് മൂവ്മെൻറ്റ് ഈ സ്റ്റാർട്ടഡ് ആൻഡ് വി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി. എഗെയിൻ ഞങ്ങൾ അന്ന് 2 ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണ് സംസാരിച്ചത്. 2 പേരും ഫണ്ട് ചെയ്യാൻ റെഡി ആയി. അങ്ങനെ ആ 2 പേരും റെഡി ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ലിവറേജ് കിട്ടി. ഇക്വിറ്റിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു 10% ഡയലൂഷനിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഫണ്ടിങ് ഞങ്ങൾ എടുത്തു. 75 lakhs ആണ് എടുത്തത്. ഇത് വെച്ചിട്ടാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഞങ്ങൾ ടീം സെറ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് ആയപ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് റവന്യൂ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് റവന്യൂ ഇതൊക്കെ കൂടി ബാലൻസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഇത് അധികം ദൂരം സഞ്ചരിക്കില്ല എന്നൊരു തോന്നൽ പണ്ട് മുതലേ വന്നതുകൊണ്ട് ഫിനാൻഷ്യൽ ഒരു ബാലൻസിൽ അത് ഓടിച്ചു. ഒരു കോവിഡിൻ്റെ മുന്നെയാണ് അടുത്തൊരു ഫണ്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതും ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമിൽ തന്നെ. കാരണം ഇവർ നെറ്റ്വർക്കാണ്. അതിൽ നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്കിൽ നിന്ന് എപ്പോഴൊക്കെ ആണെങ്കിലും വേറെ നെറ്റ്വർക്കിൽ പോകാനോ അങ്ങനെയുള്ള സാധ്യതകൾ കിട്ടും. സെക്കൻഡ് പ്രാവശ്യം ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്തു. ഈ ഒരു ഫിനാൻഷ്യൽ ബാലൻസിലും ഫസ്റ്റ് ഫണ്ടിങ്ങിലും അനുസരിച്ച് ഒരു കേരള തമിഴ്നാട് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇൻവെൻഷൻ ഞങ്ങൾ ചെയ്ത ബെൻഡിക്കോട്ട് റോബോട്ട് എന്നുള്ള മാനുവൽ സ്കാവഞ്ചിങ് റോബോട്ട് ഡിപ്ലോയ് തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആനന്ദ് മഹേന്ദ്ര ഫസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് സ്കെയിൽ ചെയ്യുന്നില്ല, ദിസ് ഈസ് എ സോഷ്യൽ പ്രോജക്റ്റ്. ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് ഡിവൈസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആളുകൾ മാൻഹോളിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നതിന് പകരം ഈ റോബോട്ട് ഇറങ്ങി ആ ക്ലീനിങ് ചെയ്യും. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എവറി 5 days ഇന്ത്യയിൽ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ട്. കാരണം അത്രയും റിസ്ക് ആണ്. അപ്പോൾ ആനന്ദ് മഹേന്ദ്ര ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ട്വിറ്ററിൽ, എന്തുകൊണ്ട് ഇത് സ്കെയിൽ ആവുന്നില്ല, ഈ ഫണ്ട് ഈസ് ദ പ്രോബ്ലം, കൗണ്ട് മീ ഇൻ. ദാറ്റ് ഈസ് ഹിറ്റ്സ് ട്വീറ്റ്. ആൻഡ് ദെൻ ഞാൻ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ നെറ്റ്വർക്ക് വഴി ആനന്ദ് മഹേന്ദ്രയുടെ ഇമെയിൽ കണക്ട് ചെയ്തു. ഐ അപ്രോച്ച്ഡ് ഹിം. And then before COVID, luckily, we got 2.5 crores of investment, another round of funding from our existing investors as well as Anand Mahindra. ആൻഡ് ഇത് ഞങ്ങളെ കോവിഡ് ടൈമിൽ ഞങ്ങൾ ഫർദർ R&D ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പറ്റി. അപ്പോൾ റോബോട്ടിക്സ് ഇൻഡസ്ട്രിയിൽ കോവിഡ് ടൈമിൽ ഞങ്ങളെടുത്തൊരു കോള്, മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണെന്ന് അറിയില്ല, അപ്പോൾ വി ഹാവ് ടു ഡൈവേഴ്സിഫൈ. അങ്ങനെ മെഡിക്കലിലേക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തു. അങ്ങനെ G-Gator എന്നുള്ള മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് ഡെവലപ്പ് ചെയ്ത കോവിഡ് ടൈം ആൾമോസ്റ്റ് കഴിയുമ്പോഴേക്കും സോഹോൻ്റെ ശ്രീധർ വീമ്പുവിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വന്നു. സോഹോ ഈസ് എ $1 billion കമ്പനി. അതും എഗെയിൻ ഈ നമ്മുടെ പ്രൊജക്റ്റും ഈ ഡീപ് ടെക്കിലുള്ള ആക്ടിവിറ്റീസും കാരണം ദർ ആർ സെറ്റ് ഓഫ് പീപ്പിൾ ഹു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ടു ഇന്ത്യാസ് ഡീപ് ടെക് എക്കോസിസ്റ്റം. അങ്ങനെ വി ഗോട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു 20 crore ചെക്കായിരുന്നു. ആൻഡ് ദെൻ വി ഗോട്ട് ദാറ്റ്. ആൻഡ് അഗെയിൻ വിത്ത് ദാറ്റ് ഫണ്ടിങ് ആഫ്റ്റർ കോവിഡ് വി സ്കെയിൽഡ് അറൌണ്ട് 4-6 times സ്കെയിൽ ചെയ്തു. ആ രീതിയിൽ ഞങ്ങൾ ഏകദേശം
ഇപ്പോൾ ഒരു 50 crore ടച്ച് ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. വി ആൾസോ ക്ലോസ്ഡ് വൺ മോർ റൗണ്ട്, ഒരു റൗണ്ടും കൂടി ഒരു 78 crores റൗണ്ട് ക്ലോസ് ചെയ്തു. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ആസ് ഹി ലൈക്ലി സെഡ് വി ഗോട്ട് ഇൻ്റർനാഷണൽ ഡീൽസ് ഓൾസോ. അപ്പോൾ ഇതിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൽ കണ്ടിന്യൂ ആയിട്ട് പെർസിസ്റ്റ് ചെയ്ത് നിന്നപ്പോൾ ഈവൻ സാനിറ്റേഷനിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇൻ്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഒരു 1.5 years ഓഫ് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ സിംഗപ്പൂരിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പേ. കാരണം അത്രയും എക്സ്പെർട്സ് ലെവലും പീപ്പിളും കൂടിയിട്ട്. വിമലിൻ്റെ ഒരു അടുത്ത റൗണ്ടിലേക്ക് വരാം. ഡോക്ടർ വിജയൻ പോകേണ്ടതായിരുന്നു. നോ പ്രോബ്ലം. അത് മാത്രമല്ല, വിമലിൻ്റെ കേസിൽ കേരളത്തിൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, കേരള കിഫ്ബിക്ക് ഒരു കമ്പനിയുണ്ട്, കിഫ്ബി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെൻറ്റ് ലിമിറ്റഡ്. അവർ ഇതുപോലത്തെ ബിസിനസ്സിന് ലോങ് ടൈം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടിൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഐഡിയ ഉണ്ടെങ്കിൽ, ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫണ്ടിങ്ങിനും വിഷമമില്ല, അതിനുള്ള എൻവയോൺമെൻറ്റും ഉണ്ടെന്നാണ് വിമലിൻ്റെ പോയിൻ്റ്. ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബിജു ചാക്കുട്ടിച്ചേട്ടൻ എന്ന് ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന CV ജേക്കബ് ചേട്ടൻ്റെ മകൻ എന്ന നിലയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കേരളവും ഇപ്പോഴത്തെ കേരളവുമായിട്ട് കണക്ട് ചെയ്യാനും എന്തുമാത്രം മാറ്റങ്ങൾ കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ ബിജു. റിക്വസ്റ്റ് ബിജു ടു അഡ്രസ് യുവർ സ്പീച്ച്. താങ്ക് യു. പ്രത്യേകിച്ച് എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിന് താങ്ക് യു സോ മച്ച്. ഞാൻ 1982 സ്വന്തമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഫാറിൻ്റെ കൂടെ. ഞങ്ങൾ ബേസിക്കലി സ്പൈസ് എക്സ്ട്രാക്ഷൻസ് ആണ് ഞങ്ങളുടെ ബിസിനസ്. അത് കഴിഞ്ഞ് അന്നുണ്ടായിരുന്ന ഫെസിലിറ്റി, അന്ന് ഒരു US ഒരു ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ ട്രങ്ക് വിളിച്ചിട്ടിരിക്കണം ഒരു കോൾ കിട്ടണമെങ്കിൽ. അപ്പം ഒരു സ്പെഷ്യൽ സാങ്ഷൻ അന്ന് രാജീവ് ഗാന്ധിയുടെ സമയത്ത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയ ഒരു സിംഗിൾ ലൈൻ ഞങ്ങൾക്ക് കോലഞ്ചേരിക്ക് വലിച്ചു തന്നു ഡയറക്റ്റായിട്ട്. അങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് കോൾ വിളിക്കാൻ തന്നെ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഓരോരുത്തരുടെ കയ്യിലും 1, 2, 3 മൊബൈൽ ഫോണാണ് കയ്യിലിരിക്കുന്നത്. ആ സിറ്റുവേഷനിലേക്ക് ലോകമെമ്പാടും മാറിപ്പോയി. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അന്നത്തെ കേരളവും ഇന്നത്തെ കേരളവും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം ഔട്ട്ലുക്ക് about Kerala, like infrastructure wise, road, airport, മെട്രോ എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സംഗതികളൊക്കെ കയറി വന്നു. വിഴിഞ്ഞം പോർട്ട്. കാരണം ഞങ്ങൾ പണ്ട് ഷിപ്മെൻറ്റ് നടത്താൻ നേരത്തെ എയർ ഫ്ലൈറ്റ് നടത്താൻ നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ കൊണ്ടുപോകണം എയർ ഫ്ലൈറ്റിന്. ഇന്ന് സിയാലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി പ്രൊഡക്റ്റ് പോകണമെങ്കിൽ. എയർ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് നല്ലൊരു ശതമാനം ഞങ്ങൾക്ക് എയർ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതുപോലെ സീ ഫ്ലൈറ്റ് 48-50 ദിവസം US എടുക്കുന്ന സാധനം ഇത് ഏകദേശം 24 ദിവസം കൊണ്ട് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഡയറക്റ്റ് മദർ ബസ്സിൽ കയറിപ്പോവും. ഇങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ജനറലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സ്പെഷ്യലി ഇപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇപ്പം ഞങ്ങൾ റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിച്ചു തന്നു. ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അത്ര ബോൾഡായിട്ട് അങ്ങനത്തെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ അകത്ത് ഐ എം സോ ഹാപ്പി അബൌട്ട് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. കാരണം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഗവൺമെൻറ് ഈ പ്രാവശ്യം ഇൻഡസ്ട്രിയൽ സെക്ടറിലല്ല, ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമല്ല എല്ലാത്തിലും തന്നെ നല്ലൊരു സപ്പോർട്ട് എല്ലാ ഇൻഡസ്ട്രീസിനും തന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൻ്റെ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ മീറ്റിംഗ്, ഞങ്ങൾ സെഗ്മെൻറ്റ് മീറ്റിങ്ങിലൊക്കെ ഡിസിഷൻസൊക്കെ ഒരു സെക്കൻഡ് പോലും ഡിലേ ചെയ്യാതെ എയർപോർട്ടിൻ്റെ ഗ്രോത്ത് കണ്ടുകൊണ്ട് തന്നെ ആ ഡിസിഷൻസ് നമ്മൾ എടുത്തു പോകുന്നുണ്ട്. സാധാരണ എപ്പോഴും സബ് കമ്മിറ്റിയിലൊക്കെ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ബോർഡ് വരും, അത് ഡിലേ ആവാറുണ്ട്. പക്ഷേ ഒരു ഡിലേയും വരുത്താത്ത രീതിയിൽ അത് എൻ്റെ ചെയർമാനായിരുന്ന മിസ്റ്റർ P. രാജീവായിരുന്നു. അപ്പം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഓരോ ഡിസിഷൻസ് വാസ് സൂപ്പർ ഡിസിഷൻസ്. ആൻഡ് അത് എയർപോർട്ടിൻ്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും അതിൻ്റെ മാനേജിങ് ഡയറക്ടർ സുഹാസു എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ ആ പോസിറ്റീവ്നെസ് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് കേരളം ഒത്തിരി മാറി. കാരണം നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് വന്നു, നീപ്പ വന്നു, ഫ്ലഡ് വന്നു, ഇതൊക്കെ വന്ന് ഇതിനൊക്കെ അതിജീവിച്ച് ഈ ലെവലിൽ എത്തിയല്ലോ നമ്മൾ. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും വളരാനുണ്ട്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇത് ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. കാരണം
ഞങ്ങൾക്കുള്ള ഒരു പ്രയാസമുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി. ഞങ്ങളിപ്പോൾ റോ മെറ്റീരിയൽ മുഴുവൻ ഞങ്ങൾ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. വിയറ്റ്നാമിൽ നിന്നും കംബോഡിയയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ കൊണ്ടുവരികയാണ്. കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ കുറേ ബാക്കോട്ട് പോയി. കാരണം ഇപ്പോഴത്തെ ന്യൂ ജൻ പറഞ്ഞൊരു റോബോട്ടിക്കിലേക്കും ബാക്കിയുള്ള പുതിയ IT ഫീൽഡിലേക്കൊക്കെ ആൾക്കാർ സ്റ്റുഡൻസ് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, അഗ്രികൾച്ചർ സെക്ടറിലോ സ്പൈസ് ഗ്രോയിങ് സെക്ടറിലോ നമുക്കിവിടെ കേരളത്തിൽ കിട്ടുന്ന ആപ്പാടെ 2 സ്പൈസസുള്ളൂ. ഒന്ന് കാടമും ഒന്ന് നട്മെഗും. ബാക്കിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് തന്നെയാണെങ്കിലും നമുക്കതിൻ്റെ വാല്യൂ അഡീഷൻ ചെയ്ത് റീഎക്സ്പോർട്ട് ചെയ്യണം. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ഒക്കെ എടുത്ത് മാറ്റി. നമുക്ക് ഇൻസെൻറ്റീവ്സ് ഒന്നുമില്ല. നമ്മൾ വി ഹാവ് ടു ഹൈ റിസ്ക്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം റോ മെറ്റീരിയലിൻ്റെ സ്കേഴ്സിറ്റി ഒത്തിരി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്തെ കുറച്ചുകൂടെയും ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പോയിന്റ് കൂടി, സിന്തൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണ്. ക്യുസാറ്റുമായിട്ട് ചേർന്ന് ഇവിടെ ഒരു മോളിക്യുലർ ബയോളജി റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് സിന്തൈറ്റ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് കേരളത്തിലുള്ളൊരു പ്രതീക്ഷ, കേരളത്തിലെ വ്യാവസായിക വികസനത്തിന് ഉതകുന്ന രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ റിസർച്ച് സ്ഥാപനങ്ങളായിരിക്കണം കേരളത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ഗവേഷണ പദ്ധതികൾ വഴി ലഭിക്കുന്ന നിർദ്ദേശങ്ങളും ടെക്നോളജിയെല്ലാം നമുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയും വേണം. അപ്പോൾ ആ രംഗത്ത് സിന്തൈറ്റ് ഇങ്ങനെ ഒരു ധീരമായൊരു കാൽവയ്പ് നടത്തിയതിനെ അനുമോദിച്ചുകൊണ്ട് അതിന് അങ്ങനെ ഒരു സെൻറ്റർ സ്ഥാപിക്കാൻ തയ്യാറായെന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾക്ക് നെതർലൻഡ്സിലൊരു ഓഫീസുണ്ട്, വാഗ്നേഗൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ബേസിക്കായിട്ട് അവർ ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട ഉള്ള ഒരു ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലമായിട്ട് ചെല്ലുകയാണെങ്കിൽ ദേ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. കാരണം അവർക്ക് സ്മോൾ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിലും വേറെ എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും ബേസിക്കലി ഫുഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടാണ്. മോളിക്കുലർ സയൻസ് ഒത്തിരി ഉണ്ട് അവർക്ക്. നമ്മുടെ പ്രോബ്ലമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അവിടുത്തെ സ്റ്റുഡൻസ്, കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാം കൂടി അത് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് തിരിച്ചു തരുന്നൊരു സിറ്റുവേഷൻ ഞങ്ങളവിടെ കാണാനിടയായി. അതാണ് ഒരു റീസൺ ലെറ്റസ് വർക്ക് വിത്ത് കുസാറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് വന്നത്. കാരണം മുന്നോട്ടുള്ള ഭാവി മിക്കവാറും ബയോളജിക്കൽ ഗ്രോത്തിന് വേണ്ടി തന്നെ ആയിരിക്കും. ബിക്കോസ് ഇപ്പം ഫെർമെൻറ്റേഷൻ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടെക്നോളജി വിച്ച് ഇസ് കമ്മിങ് ഇൻ. അത് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം പല ക്രോപ്പുകളും പ്രോപ്പറായിട്ട് ഈൽഡ് കിട്ടാതെയും ക്വാളിറ്റി മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ത്രൂ ഫെർമെൻറ്റേഷൻ വി ക്യാൻ ബ്രിങ് ഇൻ ന്യൂ പ്രോഡക്ട്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വാനിലയുടെ പ്രൈസ് ചില സമയത്ത് $600 ആയിരിക്കും, ചിലപ്പോൾ $200 ആയിരിക്കും. അങ്ങനെ ഒത്തിരി വേരിയേഷൻസ് വരുന്നുണ്ട്. പണ്ട് കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, പക്ഷേ ഇപ്പോൾ അത് കൃഷി ചെയ്യുന്നില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അവിടെയൊക്കെ നമുക്കിപ്പം അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് നമുക്ക് ഫെർമെൻറ്റേഷൻ ടെക്നോളജിയിൽ കൂടി നമുക്ക് വാനിലിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റോസ് ഫ്ലേവേഴ്സ്, അങ്ങനെ ഒത്തിരി ഫ്ലേവേഴ്സ്, നാച്ചുറൽ കളേഴ്സ്, ഇതൊക്കെ ഒരു വലിയൊരു റിസർച്ച് ഓറിയൻറ്റഡ് മാത്രമല്ല, ഇത് വലിയൊരു സ്കോപ്പുള്ളൊരു ബിസിനസ്സാണ് ബേസിക്കലി. ഇപ്പം US റീസെൻറ്റ് പാസ്റ്റിൽ അവർ എല്ലാ സിന്തറ്റിക് കളേഴ്സും ബാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാ നാച്ചുറൽ കളേഴ്സും അവർക്ക് വേണം. സോ നാച്ചുറൽ കളേഴ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ പാപ്രിക്ക കളറിൽ നിന്നും മഞ്ഞളിൽ നിന്നും അങ്ങനെ കുറച്ച് കളേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക്. പക്ഷേ ഇത് സ്റ്റെബിലിറ്റി കുറവാണ്, കാരണം ബിക്കോസ് ഓഫ് ദി അൺഫോഴ്സിൻ ക്ലൈമറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഒരു ഫെർമെൻറ്റേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ട് മോളിക്യുലർ ടെക്നോളജിയോ വി ഷുഡ് ഗോ ഇൻ ഫോർ ടെക്നോളജി. കാരണം അല്ലെങ്കിൽ നമ്മളെക്കാളും ഫാസ്റ്റായിട്ടാണ് ചൈന ഗ്രോ ചെയ്യുന്നത്. കാരണം ചൈനയിലേക്ക് ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ. കാരണം ബിക്കോസ് അത്ര ഫാസ്റ്റാണ് അവരുടെ ഇൻ്റലിജൻസ് വർക്കിങ്ങും അവരുടെ ടെക്നോളജി ഗ്രോത്തും. നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങളെടുത്താൽ പോലും അവർക്കറിയാം ദേ വെരി ഗുഡ് ഇൻ ടെക്നോളജി. നമ്മൾ ആ ലെവലിലേക്ക് ഒരിക്കലും, ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പറയുന്ന 3 കാര്യമേ ഉള്ളൂ. ഒന്ന് ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ഒന്ന് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഇല്ലാതെ ഇനി ഒരു ഇൻഡസ്ട്രിയും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എവ്രി ഡേ ഇസ് എ ചാലഞ്ച്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ കാര്യം. ഇപ്പം സിന്തൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പ്രോഡക്റ്റും 10 പേരും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം
ഏതാണ്ട് 3500 പ്രോഡക്റ്റും 3500 ജോലിക്കാരും ഉണ്ട്. അപ്പം അത്രയും ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദ ഇന്നോവേറ്റീവ് തിങ്കിങ്. ആ ഇന്നോവേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകില്ല. അത് താങ്ക് യു ബിജു, താങ്ക് യു. താങ്ക് യു. സോ ബിജുവിൻ്റെ കാര്യത്തിൽ ബിജു ആദ്യം കാഷ്വലായിട്ട് മെൻഷൻ ചെയ്തതാണെങ്കിലും ഒരു റണ്ണിങ് കമ്പനിയുടെ ക്യാമ്പസിന് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ പഴയ കേരളത്തിൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദ ഗവൺമെൻറ്. താങ്ക് യു ബിജു. വ്യവസായ കേരളം വർത്തമാനം ഭാവി എന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ബിജു സർ. Please accept a token of love and gratitude from our side. I request Professor Sam Thomas sir to kindly give away the memento. അടുത്തതായി ശ്രീ നവാസ് മീരാൻ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ് നവാസ് മീരാൻ. ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നവാസ് മീരാനും പഴയ കേരളത്തെക്കുറിച്ചും പഴയ കേരളത്തിലെ വ്യാവസായിക രംഗത്തെക്കുറിച്ചും വ്യക്തമായിട്ടറിയാവുന്നയാളും, അതേ തുടർന്ന് ഈ കമ്പനി ഏറ്റെടുത്തപ്പോൾ മുതൽ ഈ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെയും അതിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് നവാസ്. രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ വ്യാവസായിക നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് KSIDCയുടെ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ ശ്രീ നവാസ് മീരാൻ ധാരാളം ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്ന ആൾ കൂടിയാണ്. അതിൽ പലതും കേരളത്തിൽ വരുന്ന സ്റ്റാർട്ടപ്പുകൾ പോലത്തെ ബിസിനസ്സുകളാണ്. അപ്പോൾ കേരളത്തിലെ സ്വന്തം ബിസിനസ് മാത്രമല്ല, കേരളത്തിൻ്റെ ഈ ബിസിനസ് അന്തരീക്ഷം മാറിയതിൻ്റെ ഒരു അംബാസിഡർ കൂടിയാണ് നവാസ്. അതുകൊണ്ടാണ് നവാസ് ഇങ്ങനെ പല കമ്പനികളിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമതൊരു കാര്യം കൂടി നവാസിനെ കുറിച്ച് പറയാനുള്ളത്, ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സൗത്ത് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു നവാസ്. ആ നിലയിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തുമുള്ള വ്യാവസായിക അന്തരീക്ഷം, നിക്ഷേപ സാഹചര്യം, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളും കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഭാവിയിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ കേരളത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നവാസിനോട് അതേക്കുറിച്ച് സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ കറക്റ്റ് സമയത്ത് ഗോപിച്ചേട്ടൻ ഇല്ലാതെ പോയി. ഗോപിച്ചേട്ടൻ KN പോയതാണോ? എൻ്റെ ഓർമ്മയിൽ പോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ ഓർമ്മയിൽ അപ്പോളോ ടയർസ് സൈഡിലിരിക്കുന്നതുകൊണ്ട് ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വന്നു. ഇന്ദിരാഗാന്ധി ഒരു 2-3 ആൾക്കാർക്ക് ഇൻഡസ്ട്രി നടത്താനായിട്ടുള്ള ലൈസൻസ് കൊടുത്തു. അപ്പോൾ അതിൽപ്പെട്ടതാണ് OK മിൽസ് എന്നൊക്കെ പറയുന്ന ബോംബെയിലെ ടെക്സ്റ്റൈൽ മിൽസ്. അപ്പോളോ ടയർസ് ബേസിക്കലി മറാഠിളത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും മറാഠിളത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് റൊണാക് സിംഗ് കേരളത്തിൽ വന്ന് വ്യവസായം ചെയ്ത് അദ്ദേഹം ആകെ വിവശനായി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉമാ ഗജപതി രാജു എന്ന് പറയുന്നൊരു MP ഉണ്ടായിരുന്നു. അവരുടെ ഫാദർ വരദരാജൻ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ചു റൊണാക് സിംഗ്. ആൻഡ് ദെൻ ഹി വാസ് ആസ്ക്ഡ് ടു കം ഡൗൺ ടു കേരള. അപ്പോൾ കേരളത്തിൽ വന്ന് അന്ന് അപ്പോളോയിൽ സമരം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരമാണ്. അപ്പോൾ ഒരു മെഷീൻ
അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു അസസ്മെൻ്റ് നടത്തി. അന്ന് എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഒരു മെഷീനിൽ നിന്ന് ഒരു ദിവസം വരുന്ന ഒരു മണിക്കൂറോ അങ്ങനെ എന്തോ ഒരു വരുന്ന ടയറിൻ്റെ എണ്ണം 2 or 3 ആണ്. അപ്പോൾ ഇദ്ദേഹം അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ അധികം ഫ്ലൈറ്റ് ഇല്ല. ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ പോകണം. അപ്പോൾ അദ്ദേഹം ഫോണിൽ സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് 8 ടയർ തരണം ഒരു മെഷീനിൽ നിന്ന്. അപ്പോൾ പുള്ളി ഇവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ HR-ൻ്റെ ആളോട് ചോദിക്കും, 8 ടയർ ഇല്ലേന്ന് ചോദിക്കും. നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ പുള്ളി റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, ആ സെയിം ഫ്ലൈറ്റ് ഹൈദരാബാദിന് മദ്രാസിനോ മറ്റോ തിരിച്ചു പോകുന്നത്. അദ്ദേഹം ഇപ്പുറത്തോടെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ട് തിരിച്ചു പോകും. അങ്ങനെ 3ാമത്തെ തവണയാണ് ഈ 8 ടയർ ഒരു മെഷീനിൽ നിന്ന് തരാമെന്നുള്ള ഇത്. ഇപ്പം ഇന്നത്ര 45 ടയർ ആണ് നമ്മുടെ ഈ ഒരൊറ്റ മെഷീനിൽ നിന്ന് കിട്ടുന്നത്. വ്യാവസായിക ലോകം കണ്ട മാറ്റം എന്ന് പറയുന്നത് അതാണ്. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഭാഗ്യവശാൽ ഗോപിച്ചേട്ടനെ പോലെയുള്ള ആൾക്കാർ അതിൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെ വരുന്ന എക്സസ് പ്രൊഡക്ഷന് ബാക്കിയുള്ള അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്ന രീതിയിലേക്കും കൂടി വന്നതോടുകൂടി കേരളത്തിൽ സമരങ്ങളുടെ പരിപാടി കുറഞ്ഞു. ഇഫ് യു മേക്ക് മോർ യു വിൽ ഗെറ്റ് മോർ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. താങ്ക്ഫുള്ളി ഈ കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. CI പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞങ്ങൾ ഏകദേശം 151 സജഷൻസ് ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തതിൽ ഏകദേശം 41 നമുക്ക് പ്രാവർത്തികമാക്കാനോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം. ഇനി അങ്ങോട്ട് ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ള പേര് നമുക്ക് മാറ്റി കളയണം. വി ഹാവ് ടു ഗെറ്റ് ടു സ്പീഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ആ സ്പീഡ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് മാറണം എന്ന് പറയുന്നതിൻ്റെ റീസൺ, നമ്മളൊരു ഡൈനാമിക് ബിസിനസ് എൻവയൺമെൻറ്റിലാണ് നിൽക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 5 year പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് 5 year പ്ലാൻ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഈ മാസം ഈസ്റ്റേണിൽ $800 നിന്ന് $5,800 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാറിയതുകൊണ്ട് മാത്രമുള്ള നഷ്ടം 10.5 കോടി രൂപയാണ്. അതായത് ആരോ വർത്താനം പറയണ്ടല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ടേ വർത്താനം പറയുള്ളൂ. എനിക്ക് കുറച്ച് കാര്യത്തിൽ കുഴപ്പമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന നമുക്ക് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ട്രംപ് എന്ത് ചെയ്തു? 50% ടാരിഫ് കൊണ്ടുവന്നു. അപ്പോൾ 50% ടാരിഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി പ്രോഡക്റ്റുകൾക്ക് കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഒരു ഈസ്റ്റേൺ കറി പൗഡർ വാങ്ങുന്ന ഒരാൾ എന്തൊക്കെയാണെങ്കിലും ഈസ്റ്റേൺ കറി പൗഡർ വാങ്ങും. പക്ഷെ ഒരു കുരുമുളക് വാങ്ങുന്ന ആൾ കുരുമുളക് വാങ്ങണമെന്ന് നിർബന്ധം ഇല്ല. അത് ഇന്ത്യയിൽ നിന്ന് വാങ്ങണമെന്ന് നിർബന്ധമില്ല, അത് എവിടെ നിന്ന് വേണേലും വാങ്ങും. അത് ഒരു ചിക്കൻ മസാല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ടേസ്റ്റിൽ അയാൾ ഹാബിച്വൽ ആയതുകൊണ്ട് അയാൾ അത് തന്നെ വാങ്ങും. ആ ബിസിനസ്സിനെ ബാധിച്ചില്ല. പക്ഷെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ചൈനയുമായിട്ടുള്ള ട്രേഡ് ഇതിൽ BIS എന്ന് പറയുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ഇവിടുന്ന് BIS ഓഫീസറെ കൊണ്ട് ചൈനയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് BIS ഓഫീസർ പറയാം. അപ്പോൾ എന്താ സംഭവം? ഇതുവരെ ഉണ്ടായിരുന്ന വെൻഡേഴ്സിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ നിലച്ചു. ഒരാൾക്കും സാധനം ഉണ്ടാക്കാൻ പറ്റാതെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഈ പറയുന്ന ചൈനയിൽ ഈ പർട്ടിക്കുലർ കാറ്റഗറിയിൽ 500 ഫാക്ടറി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വെറും 3 ഫാക്ടറി അല്ലെങ്കിൽ 4 ഫാക്ടറികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് കൂടാൻ തുടങ്ങി.
ഈ സ്പെക്കിലേക്ക് എത്താനായിട്ട് ആൾക്കാർക്ക് പറ്റാത്ത സാഹചര്യം വരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? ഇന്ത്യയും ചൈനയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ ഭയങ്കര കുറവാണ്. പക്ഷേ സാലറി ഇവിടെ 100 രൂപ സാലറി ഉള്ളപ്പോൾ അവിടെ 400 രൂപയാണ് സാലറി. പക്ഷേ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിയുടെ അഡ്വാൻറ്റേജ് കൊണ്ട് ഹ്യൂജ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞ് വളരെ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ടയർ കമ്പനീസ് എത്രയുണ്ട്? 12 എണ്ണം. എത്ര ഫാക്ടറികൾ ഉണ്ടാവും? ഇൻറ്റു 3 36 ഫാക്ടറി ഉള്ളപ്പോൾ ചൈനയിൽ 1000 ടയർ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ തവണ ഞാൻ ഓട്ടോ മെക്കാനിക്കാണ്. കുറച്ച് കാലം ഇപ്പോൾ ദുബായിൽ പോയി താമസിക്കുന്നുണ്ട്. ജോർജ് ഏട്ടൻ പറഞ്ഞു ദുബായിയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാലം ദുബായിൽ പോയി താമസിക്കുന്നുണ്ട്. ഓട്ടോ മെക്കാനിക്ക എന്ന് പറയുന്ന ഫെയറിന് പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് BKT മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കി ഒരു കമ്പനിക്കും സ്റ്റോളില്ല. ഇത് അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 50%, ഇന്ത്യയിൽ വിൽക്കുന്നതിൻ്റെ 50% കോസ്റ്റിലാണ് ചൈനക്കാർ ടയർ വിൽക്കുന്നത്. അത് പല വേർഷനുണ്ട്, ക്വാളിറ്റിയുടെ പാരാമീറ്റേഴ്സിലൊക്കെ പല വേർഷൻസ് ഉണ്ടാകാം. പക്ഷെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം BYD എന്ന് പറയുന്ന ചൈനീസ് കാർ ഇന്ത്യയിൽ വന്നു. JSW ചെറി എന്ന് പറയുന്ന കാറ് കൊണ്ടുവരണം. ഈ കാറുകൾ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയിലുള്ള ഞാൻ കുത്തകയാണ്, അപ്പോൾ ഈ കുത്തക ഓട്ടോമൊബൈൽ കമ്പനികൾ ബുദ്ധിമുട്ടിലേക്ക് പോകും. നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം. ഗവൺമെൻറ് തരുന്ന ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ടുള്ള മനസ്സ് വേണം. 1,00,000 ചില്ലുവാനം കോടി രൂപയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് 2% പലിശയ്ക്ക് 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന എമൗണ്ട്. എത്ര പേരെടുത്തിട്ടുണ്ട്? ഇപ്പോൾ വിജു ഇവിടെ നിന്ന് പറഞ്ഞു എഴുന്നേറ്റുള്ളൂ, ഇന്നോവേഷനും R&Dയും ഇല്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇന്നോവേഷനും R&Dക്ക് വേണ്ടിയിട്ട് 1,00,000 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് മാറ്റി വെച്ചിരിക്കുന്നത്. 2% പലിശ 15 വർഷം കൊണ്ട് തിരിച്ചടവും. ആരെടുക്കുക? ആരും എടുക്കില്ല. അപ്പം നമ്മളെന്താ സംഭവിച്ചാൽ, നമ്മുടെ ഗവൺമെൻറ്റിന് ചെയ്തു തരാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. നമ്മളെന്നും ഒരു ക്രൈ ബേബി ആയിട്ട് ഗവൺമെൻറ് അടുത്ത് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ വി വിൽ ഓൾവേസ് റിമെയിൻ ലൈക്ക് ദാറ്റ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കൺസോഷ്യം ഇമ്പാക്റ്റ് എഫക്റ്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതായത് ഇന്നിപ്പോൾ എറണാകുളത്ത് ഒരു സ്പെസിഫിക് സാധനം ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ കണ്ടുപിടിക്കണം ഇന്ത്യയിലുള്ള വിവിധ ഭാഗങ്ങളിൽ ഇതുണ്ടാക്കുന്ന ആൾക്കാരെ. ഇതിന് റോളപ്പ് എന്ന് പറയുന്നൊരു പ്ലാൻ കൂടി പറയും. നിങ്ങൾ ഫാം ഈസി എന്ന് പറയുന്നൊരു കമ്പനിയെ കേട്ടിട്ടുണ്ടോ? ഫാം ഈസി ബേസിക്കലി ഓൺലൈൻ മരുന്ന് വയ്ക്കുന്ന കമ്പനിയാണ്. അവർ ചെയ്ത് വേറെ ഒന്നല്ല, അവർ ഓരോ സോണിൽ പോയിട്ട്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിലുള്ള സോണിൽ പോയിട്ട് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ കംപ്ലീറ്റ് വാങ്ങിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഓൺലൈൻ ഫെസിലിറ്റി ആയിട്ട് ഫാം ഈസി എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്നു. എത്രയായിരുന്നു വാല്യുവേഷൻ? 2 ബില്യൺ 3 ബില്യണോ മറ്റായിരുന്നു അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. നമുക്ക് ചെയ്യാവുന്ന എന്താണ്? നമ്മൾ ചെയ്യുന്ന അതേ ബിസിനസ്സിൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ധാരണയിലെത്താൻ സാധിച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് കുറയും. നല്ല മെഷീൻസ് കൊണ്ടുവരണമെങ്കിൽ നല്ല മെഷീൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തുള്ള ആളെ കൊണ്ട് ഒരു കൺവേർഷൻ ചെയ്യിക്കാൻ പറ്റും. ക്ലോസർ ടു ദ മാർക്കറ്റുള്ള ആൾക്ക് ഫൈനൽ കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നൂതനമായ കാര്യങ്ങളിലൂടെ നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ട് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ണ് തുറപ്പിക്കാനായിട്ട് സാധിച്ചത്. അതിലെത്ര പേര് ബെനിഫിറ്റ് എടുക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. താങ്ക് യു നവാസ്. കേരളത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് കമ്പനികളിലൊന്നാണ് അപ്പോളോ ടയേഴ്സ്. നമ്മുടെ ഇവിടെ തുടങ്ങി അത് പിന്നീട് ടേക്ക് ഓവർ ചെയ്ത കമ്പനിയാണ്. പക്ഷെ മലയാളിക്ക് എപ്പോഴും ഒരു മലയാളിയുടെ കമ്പനി എന്ന നിലയിലാണ് അവർ അപ്പോളോ ടയേഴ്സിനെ കാണുന്നത്. ഈ വലിയ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് കേരളത്തിൽ വളരാൻ പ്രയാസമുണ്ട് എന്നൊക്കെയുള്ള ധാരണകൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ കമ്പനി അതിൻ്റെ ഉൽപ്പാദനം ഇവിടെ വർദ്ധിപ്പിക്കുകയും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്.
ആ കമ്പനിയുടെ കേരള ഹെഡായ ശ്രീ ജോർജ് ഉമ്മനെ കേരളത്തിലെ ഇപ്പോഴത്തെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ഭാവിയിലേക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് അപ്പോളോ ടയർസിൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടാൽ കൊള്ളാം. താങ്ക് യു സർ. നേരത്തെ ശ്രീ നവാസ് മീരാൻ പറഞ്ഞു എന്ത് കണ്ടീഷനിലാണ് ഈ കമ്പനി ഇവിടെ കേരളത്തിൽ തുടങ്ങിയതെന്ന്. ആ തുടങ്ങിയ സമയത്ത് പലരും ഇതിൻ്റെ ഓണേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് വന്ന് ഇവിടെ തുടങ്ങിയത്? കാരണം ദിവസവും സമരം, ലോക്കൗട്ട്, അത് ഓടുന്നതിനാ കൂടുതൽ അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറൊരു ബാക്ക്ഗ്രൗണ്ടോട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1960s മുതൽ ഒരുപാട് ഇൻഡസ്ട്രീസ് കേരളത്തിൽ വന്നിട്ടുണ്ട്, വലിയ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവിടുന്ന് എറണാകുളത്തു നിന്ന് തൃശ്ശൂരേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഇൻഡസ്ട്രീസ് കാണാൻ സാധിച്ചിരുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇന്നിപ്പോൾ അത് വിരളിൽ എണ്ണാവുന്നതായി മാറി. അതിപ്പം ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്തിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, മിലിറ്റൻറ്റ് ട്രേഡ് യൂണിയൻസും ഉണ്ട്. ഇതിലൊന്ന് അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് സംഗതി ക്ലോസായി. അപ്പോൾ റൈറ്റ് ഓർ റോങ് നമ്മൾ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തു കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല എന്ന്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഡിഫറെൻ്റായിട്ടൊരു ഒപ്പീനിയനാണ് അല്ലെങ്കിൽ ഫീലിംഗാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന നേരത്തെ കാർബറണ്ടം യൂണിവേഴ്സിലായിരുന്നു, അതിന് ശേഷമാണ് അപ്പോളോയിലേക്ക് വന്നത്. ഈ രണ്ടിടത്തും മേജർ ടേൺ അറൗണ്ട് പ്രോസസ്സ് ലീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ പലപ്പോഴും എൻ്റെ കൊളീഗ്സ് തന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് ചെയ്താൽ ഞാൻ സല്യൂട്ട് ചെയ്യാമെന്ന്. ഇങ്ങനൊരു ടേൺ അറൗണ്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മീറ്റിങ്ങിൽ അദ്ദേഹം സല്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ എന്താണെന്ന് പറഞ്ഞാൽ ബേസിക് വേണ്ടത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണ്, മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ മാനേജ്മെൻറ്റ് ഒന്ന് പറയും, പ്രവർത്തിക്കുന്ന വേറെ. പിന്നെ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറയുന്നത് വെറും കള്ളത്തരമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ശരിയാണ്, അവർ കേട്ട് വളർന്നത് അതാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് മാറ്റാൻ പറ്റുമോ? ഫസ്റ്റ് ഒരു മ്യൂച്വൽ ട്രസ്റ്റ്, ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പം ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പം കേരളത്തിൽ ഇടുന്നതിൻ്റെ എഫേർട്ടിൻ്റെ വളരെ കുറച്ച് എഫേർട്ട് മതി പുറത്തൊരു സ്റ്റേറ്റിലിടാൻ. പക്ഷേ ഒരിക്കൽ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അതിന് പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് അതും ഓവർ എ പീരീഡ് ഓഫ് ടൈം അങ്ങനെ സ്ലോ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. മുൻകാലങ്ങളിൽ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിച്ചിരുന്നില്ല. ഞാൻ ആദ്യം കളമശ്ശേരിയിലാണ് ജോയിൻ ചെയ്തത്. കളമശ്ശേരി ജോയിൻ ചെയ്തപ്പോൾ ആ സമയത്ത് ഇപ്പം എല്ലാം കൂടെ 18 വർഷമായി അപ്പോളായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്ലാന്റ് സ്റ്റോപ്പാകുമായിരുന്നു മിനിമം. അത് കാരണങ്ങൾ വളരെ വിചിത്രമാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ പറയും ക്യാൻറ്റീനിലെ ഫുഡ് ശരിയല്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഷോപ്പ് ഫ്ലോറിൽ കൂടെ നടന്നപ്പോൾ കംപ്ലീറ്റ് നിന്ന് നടക്കുക, ആൾക്കാർ കൂടി നിൽക്കുക. അപ്പോൾ എന്തുവാന്ന് എനിക്ക് പറഞ്ഞ് എൻ്റെ അടുത്തും ഇൻഫർമേഷൻ വന്നിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വടയ്ക്ക് ഉപ്പ് കൂടുതലാണ്, ഉഴുന്ന് വടയ്ക്ക് ഉപ്പ് കൂടുതലാണ്, പണി നിർത്തിയേക്കാണ്. അപ്പം ഞാനൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു ഒരു വട എനിക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഞാനൊരു കഷ്ണം എടുത്ത് കടിച്ചു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് എല്ലാ കഷ്ണവും നിന്നതൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഞാൻ ചോദിച്ചു ഇതേ വട നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇത് ഉപ്പ് കൂടുതലാണ് കഴിക്കത്തില്ലെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അല്ല, ഈ മാതിരി വളരെ സ്ട്രേഞ്ച്, അതായത് ഇതിൻ്റെ പുറകിൽ ആൾക്കാർക്ക് ഈ ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് ഇങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടാക്കിയാലേ ലീഡറാകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ചില ഒരു പുരാതനമായ ചിന്താഗതികളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഞാനത് ഒരുപാട് മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്. അത് അക്കാര്യത്തിൽ എല്ലാ ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പിൻ്റെ ആ ഒരു വിഷൻ അവർക്ക് താഴോട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ ക്ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഈ കളമശ്ശേരി പ്ലാന്റിൽ ഇപ്പം
ഏതാണ്ട് ഒരു 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ബെസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. 40% എക്സ്പോർട്ടാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ കോസ്റ്റ് കൂടുതലാണ്. കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ സ്കിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ചലഞ്ച് ഞങ്ങളുടെ എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യുക. അതിലൊരു ഭാഗമാണ് ഈ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ഒരുപാട് ഇന്നോവേഷൻ ആൾക്കാരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ക്വാളിറ്റീസ് കൺട്രോൾ സർക്കിൾസ്, അവരുടെ ഇന്നോവേഷൻസ്, ഗൈസൻസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ തരത്തിലുള്ള ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു ഹെവി ഇൻഡസ്ട്രിക്ക് പുതുതായിട്ട് തുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ലാൻഡിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ലാൻഡിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്, ഇതുപോലെ ലേബർ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ, ഇതെല്ലാമായിരിക്കും കേരളത്തിന് ഭാവിയിൽ ഒരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഒരു സിംഗപ്പൂറോ ഹോങ്കോങ്ങോ ആകാൻ ഈ കേരളത്തിന് സാധിക്കും. കാരണം അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഒന്ന് നമ്മുടെ ഒരു ഗവൺമെൻറ് ഹൈറാർക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യഗ്രത ഈ സർക്കാർ ഓഫീസിലെ മേ ബി ജൂനിയർ അല്ലെങ്കിൽ മിഡിൽ ലെവൽ ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളത് ഇത്തിരി സംശയമാണ്. കാരണം എപ്പോഴും അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഏറ്റവും സേഫ് മോഡിലേ പോകത്തുള്ളൂ. നിവൃത്തി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, ചെയ്തു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇനി ചെയ്യുന്നതിന് ഏറ്റവും സേഫായിട്ട്. അതിൽ ഒരു കാരണം ഞാൻ കണ്ടത്, എനിക്ക് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോസസ്സുണ്ട്. ഓഡിറ്റ് വേണ്ടെന്നല്ല പറയുന്നത്, സർക്കാരിൽ ഓഡിറ്റ്. എൻ്റെ വൈഫ് സർക്കാരിൽ റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞങ്ങൾക്ക് കേൾക്കാറുണ്ട്. ഓഡിറ്റ് എന്ന് പറയുന്നത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താ നോക്കേണ്ടത്, ഒരു പ്രോസസ്സ് എങ്ങനെ അതിൻ്റെ ഒരു കംപ്ലയൻസ് ആണ്. അതിന് പകരം ഇത് പോകുന്ന മുഴുവൻ ഒരു ഫോൾട്ട് ഫൈൻഡിങ്ങിലേക്കാണ്. ജോർജ്, കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു തമാശ പുറത്ത് കേൾക്കുന്നത്, കേരളത്തിൽ ഓഡിറ്റിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാവരും ഓഡിറ്റേഴ്സാണ്. ഒരാൾക്ക് കുറ്റമുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ബാക്കി എല്ലാവരുടെ. അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഓഡിറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് കേരളത്തെക്കുറിച്ച്. അത് ഈ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു റിമാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സാധനം ക്ലിയർ ചെയ്തില്ലേ പെൻഷൻ കിട്ടില്ല. അപ്പോൾ ആരും അതിനുള്ള റിസ്ക് എടുക്കില്ല. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയാണ് ഇതൊന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ, ലോജിക്കലായിട്ട് എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് വേണം. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ്. നേരത്തെ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ദിസ് ബിസിനസ് അല്ല, സ്പീഡ് ഓഫ് ബിസിനസ്സാണ് വേണ്ടത്. കറക്റ്റ്. ഈസ് ആൻഡ് സ്പീഡ് രണ്ടും വേണം, എന്നാലേ ഇവിടെ പുരോഗമിക്കത്തുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കുറേ ഈ ബേസിക് റേറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലായി പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ബിൽഡിംഗ് ടാക്സ് ആയാലും വാട്ടർ ടാക്സ് ആയാലും ഞാൻ എടുത്ത് നോക്കി, ഒരു കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഒരു 12 to 45% വരെയാണ് ഹൈക്ക് പോകുന്നത്. ഇതൊക്കെ കുറച്ചാണ്. പക്ഷേ നമ്മൾ ഈ കോസ്റ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഓരോ പൈസയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലായിടത്തും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നാഷണൽ ലെവലിൽ എവിടെയും ഒരു കോസ്റ്റ് ഇൻക്രീസും ഉണ്ട്. പക്ഷേ എങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ മറ്റ് അടുത്ത് കൊടുക്കുന്ന ഇൻഎഫിഷ്യൻസി ഒരുപാട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു ജോർജ്. ഓക്കെ, താങ്ക് യു. വി ഹാവ് നിസാറുദ്ദീൻ ഹിയർ. നിസാറുദ്ദീൻ വർഷങ്ങളായിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ, ഞാനിവിടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ചെയർമാനായിരുന്ന 10-12 വർഷം മുമ്പ്. അന്നും ഇദ്ദേഹം ഇതിൻ്റെ പ്രസിഡന്റ് അല്ലേ, ചെയർമാൻ അല്ല, അന്നും ഇതിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തെയാണ് കാണാറുള്ളത്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തന്നെയാണ്. നമുക്ക് ഹെവി ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ ഇവരാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അവരെയാണ് നമ്മൾ കൂടുതൽ ഗ്രോ ചെയ്യിക്കേണ്ടത്. അവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലഭ്യമാക്കേണ്ടത്. അതിന് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതേക്കുറിച്ച് നിസാറുദ്ദീൻ നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു സാർ. ഇപ്പം നമ്മുടെ ശ്രീ നവാസ് മീരാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഞങ്ങളുടെ ഇടുക്കി ജില്ലയുടെ 5 യൂണിറ്റിന് മെമ്പർഷിപ്പ് കൂടെ ഉള്ളതാണ്, KSSAയിലെ തന്നെ 5 എണ്ണമുണ്ട് ഫാദർ തൊട്ടുള്ള. തീർച്ചയായിട്ടും കഴിഞ്ഞ 2006 തൊട്ട് ഇതിൻ്റെ
KSSA എന്ന സംഘടനയുടെ പല ഉത്തരവാദിത്തങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടന തന്നെ 1961 മുൻ വ്യവസായ മന്ത്രി TV തോമസ് തുടങ്ങി വെച്ചൊരു സംഘടനയും കൂടെ. ഞങ്ങൾക്ക് ജില്ലയ്ക്കും സ്റ്റേറ്റിനും ഗവൺമെൻറ് ഗ്രാൻറ്റോട് ഉള്ളൊരു സംഘടനയാണ്. 1970 തൊട്ട് ഞങ്ങൾ ഗ്രാൻറ്റ് നൽകുന്നു. ഇത് കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഞങ്ങളുടെ സംഘടനയുടെ പേരും. കേരളത്തിൽ ഏത് ഗവൺമെൻറ് വന്നാലും വ്യവസായ വകുപ്പിൻ്റെ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ എന്നാൽ കഴിഞ്ഞ 2016 ESODMSൻ്റെ തുടക്ക ചർച്ചയിൽ തന്നെ ശ്രീ നവാസ് മീരൻ സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് ബീന മാഡവും പിന്നെ വ്യവസായ ഡയറക്ടർ ബിജു സാർ ഉൾപ്പെടെയുള്ള സമയത്ത് ഇതിൻ്റെ ഒരു പ്രാരംഭ ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടൊരു നിലപാടെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ MSME മേഖലയിൽ ഏറ്റവും അധികം പ്രയാസം നേടുന്നത് ലൈസൻസിങ്ങിലുണ്ടാവുന്ന കാലതാമസങ്ങളായിരുന്നു. ആ ലൈസൻസിങ്ങിന് കാലതാമസം മാറ്റുന്നതിൻ്റെ 7 നിയമങ്ങളും 10 ചട്ടങ്ങളും ലഘൂകരിച്ചുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് ലൈസൻസ് നൽകുന്ന നിലയിലേക്കും സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയും ചെയ്തു. അത് കേരളത്തിലെ MSME മേഖലയുടെ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. മറ്റേതൊരു നിസ്സാരമായ ഒരു പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. അന്നേരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരം പിൻവലിച്ചുകൊണ്ട് ഒരു ഉന്നതതല കമ്മിറ്റി കൂടി ആ വ്യവസായിയുടെ വാക്കൂടെ കേട്ടതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് മാറി. അന്നേരം അതിൽ ഏറ്റവും അധികം പ്രയാസം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലൈസൻസിങ് നൽകുന്നത്. എന്നാൽ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ വ്യവസായം വരണമെന്ന് വ്യവസായം ചിന്തിച്ചാലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈസൻസ് നൽകുന്ന ഫാക്ടറീസ് ആൻഡ് പോലീസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള ലൈസൻസിങ് രീതിയിൽ 5 മുതൽ 15 വർഷം വരെ ലൈസൻസ് കൊടുക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും സാധിക്കും. പക്ഷേ പഞ്ചായത്തിൽ 1 വർഷം എന്നുള്ളത് 5 വർഷത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അതിൽ വലിയൊരു മാറ്റങ്ങളോ ആത്മവിശ്വാസം നൽകാൻ പറ്റി. അതേപോലെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ വ്യവസായികൾക്ക് ഈ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ESODMSൽ ഈ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് മാത്രം DMOയുടെ ലൈസൻസ് മതിയെന്ന് തന്നെ വന്നു. മറ്റേത് ഏതൊരു യൂണിറ്റിന് പോലും DMOയുടെ ലൈസൻസ് വേണമെന്നായിരുന്നു. ആ 2021 ശേഷം ഈ ESODMS മാർഗനിർദ്ദേശം ഇത് വേണ്ട എന്ന് വന്നതാണ്. പക്ഷേ എങ്കിലും പല പഞ്ചായത്ത് സെക്രട്ടറിമാരും ഇതിനകത്ത് വരുമായിരുന്നു. പക്ഷേ പിന്നെ അവരെയും കൂടെ പഠിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ ഗവൺമെൻറ് ആ കഴിഞ്ഞ AC മൊയ്തീൻ സാർ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിട്ടിരുന്നപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് തന്നെ സെമിനാറുകൾ വെച്ച് ജില്ലയിൽ ആ പഞ്ചായത്ത് സെക്രട്ടറിമാർ തന്നെ പങ്കെടുപ്പിക്കാൻ പറ്റിയതുകൊണ്ട് അവരെ തന്നെ ഒരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റി. കാരണം കേരളത്തിൽ വ്യവസായം വരുന്നതിന് മുഖ്യമായ പങ്ക് വഹിക്കേണ്ടത് പഞ്ചായത്താണ്. അതായത് നിങ്ങൾ തന്നെ ഇത് സഹകരിക്കണമെന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിൽ വലിയൊരു മാറ്റങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട് ചില വന്നാൽ പോലും പക്ഷേ ആ ഒരു ആത്മവിശ്വാസവും അതേപോലെ മുൻകാലങ്ങളിലായിട്ട് 18% പലിശ ഉണ്ടായിരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒരു 9-10% കുറയുകയും ബാങ്കിൻ്റെ സമീപനത്തിലും മാറ്റം വന്നു. ഇപ്പോൾ ലൈസൻസിങ്ങിൻ്റെ എളുപ്പം, സാമ്പത്തികമായിട്ട് ഫിനാൻസ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. അതേപോലെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ കുറച്ച് മാറ്റം വന്നപ്പം ഇവിടെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയിലേക്ക് വന്നു. പക്ഷേ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എന്ന് പറയണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞെങ്കിലേ നിക്ഷേപകർ വരുന്ന സാഹചര്യമുള്ളൂ. അന്നേരം നിലവിൽ 10-40 വർഷമായിട്ട് ബാങ്കിൽ 1988 ഞാൻ വ്യവസായം തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു 25,000 സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ഫർണിച്ചർ യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിന് തരത്തില്ല എന്നായി. ഇന്ന് ബാങ്കുകൾ ഞങ്ങൾ ലോൺ കൊടുക്കാൻ കുറച്ച് പേരെ തരണം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് മാറി. ഇൻട്രസ്റ്റും കുറഞ്ഞു. അതിലുപരി വ്യവസായികൾക്ക് നൽകുന്ന നിലയിലേക്കും സംരംഭകർക്ക് നൽകുന്ന നിലയിലേക്കും ഈ വ്യവസായം നടത്തുന്ന ഒരു ഏരിയയിൽ സർവീസ് ഏരിയ നോക്കാതെ തന്നെ ആർക്ക് ഏത് ബ്രാഞ്ചിൽ നൽകുന്ന രീതിയിലേക്ക് SLBC എന്നുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്തു. അത് വലിയൊരു കുതിച്ചുചാട്ടമായി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷം കോടി രൂപയാണ് MSME മേഖലയിലേക്ക് തന്നെ നൽകിയേക്കുന്നത്. എന്നാൽ അതിൽ 1960 തൊട്ട് തന്നെ വ്യവസായത്തിന് കീഴിലുള്ള 40 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആ ഭൂമി കൈമാറ്റമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി 2024 ഡിസംബർ 21 ഇറക്കിയതോടുകൂടി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വ്യവസായികൾക്ക് വളരെ സന്തോഷകരമായി. മറ്റേ നേരത്തെ ഒരു ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.
ചെറിയ പോരായ്മകളുണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് വലിയൊരു മാറ്റങ്ങൾ കുറച്ച്. അതേപോലെ ഇപ്പം നമുക്കിവിടെ 50 കോടി രൂപയിൽ താഴെയുള്ളൊരു വ്യവസായം റെഡ് കാറ്റഗറി ഒഴികെയുള്ള തുടങ്ങുന്നതിന് വിത്തിൻ സെക്കൻഡിനുള്ളിൽ തുടങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെയും ചെറിയ ന്യൂനതയെന്ന് പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൺസെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേണമായിരുന്നു. പക്ഷെ അതിനും ഒരു മാറ്റങ്ങൾ വന്നു. ഒരു സെൽഫ് അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കാറ്റഗറി ഒഴികെയുള്ള യൂണിറ്റുകൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആട്ടോ റിന്യൂവലും വന്ന് ഈ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് യൂണിറ്റ് തുടങ്ങാം. ഇവിടെ തന്നെ 10-40 വർഷമായി വ്യവസായം നടത്തിയവർ പോലും 50 കോടിക്ക് മുകളിലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി കോമ്പോസിറ്റ് ലൈസൻസ് കൊടുത്തുകൊണ്ട് തന്നെ നൽകാൻ പറ്റുന്ന നിലയിലായി. പക്ഷേ അന്നേരം ആ ഒരു നിലപാടുകൾ വ്യവസായത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. കാരണം അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ലൈസൻസിങ് എല്ലാം ഓൺലൈനിലാക്കി. ഇനി ഓൺലൈനാക്കാത്ത കേരളത്തിലെ ഏക ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ലൈസൻസേ ഉള്ളൂ. ആ ഫോറസ്റ്റ് ലൈസൻസ് കൂടെ ഓൺലൈനിലായി കഴിഞ്ഞാൽ അവിടെയും കുറച്ച് കുറവ് കിട്ടും. കാരണം ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് പറയുന്നത് ഇവിടെ 50 കോടി രൂപയ്ക്ക് താഴെ കൊടുക്കുന്ന ആൾക്ക് ഒരു സെക്കൻഡ് വ്യവസായം തുടങ്ങുമ്പോഴും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു വിഷയം എന്നുള്ള അതിന് പരിഹാരമായിട്ടാണ് ഈ മാർച്ച് 3-ാം തീയതി തന്നെ CM തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആട്ടോ റിന്യൂവലും നേരിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിക്ക് പവർ ഡെലിഗേറ്റ് ചെയ്ത് എയ്മാർക്ക് തന്നെ വിത്തൗട്ട് ഇൻസ്പെക്ഷൻ കൊടുക്കാവുന്ന രീതിയിൽ വന്നു. അന്നേരം ആ ഒരു എളുപ്പം വന്നു. അന്നേരം കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ വരാനായിട്ടും ആകർഷകമാകുന്ന രീതിയിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാസം 17-ാം തീയതി ലീമേഡിൽ വെച്ച് തന്നെ നമ്മുടെ 409 MSME യൂണിറ്റുകളെ 20 രാജ്യങ്ങളിൽ നിന്ന് ഉള്ള കൺട്രീസിൽ നിന്ന് വന്നിട്ട് നേരിട്ട് ബയർ സെൽ മീറ്റിംഗ് നടത്തി. അവിടെ വെച്ച് തന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് 2000 കോടി രൂപയുടെ MOU ചെയ്തു ആ സ്പോട്ടിൽ. പക്ഷെ അത് വേണ്ടത്ര മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. കാരണം ജഹാംഗീർ വന്ന് 2000 കോടി രൂപയുടെ ഞങ്ങളുടെ MSME സെക്ടറിൽ 409 യൂണിറ്റുകൾ നേരിട്ടാണ് ബയർ സെൽ മീറ്റിംഗ് നടത്തി നമുക്ക് MOU വെക്കാൻ പറ്റി. എന്നിട്ട് അതിൽ വലിയൊരു ആത്മവിശ്വാസം വന്നു. അന്നേരം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായി. ഇപ്പം അതിന് 51 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകളായി, 11 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളായി, അതേപോലെ 119 ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴികളായാലും ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഇപ്പം വരുന്നത് ഇപ്പം പാലക്കാട്, കാസർഗോഡ്, കണ്ണൂരാണ്. ഏറ്റവും ലാൻഡ് അവൈലബിലിറ്റി ഇപ്പം കാസർഗോഡാണ്. വളരെ ചീപ്പ് റേറ്റിലാണ് വരുന്നത്. ഇവിടെ തന്നെ ടഫൻ ക്ലാസിൻ്റെ ലാൻഡ് സെറ്റിൻ്റെ റസാഖ് ഇരിപ്പുണ്ട്. അദ്ദേഹം ദുബായിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ 3 യൂണിറ്റ് ഇവിടെ ആയി. ഇപ്പം പാലക്കാടും എറണാകുളം ഇപ്പോൾ കൊല്ലത്തും ഉൾക്കാണിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും തന്നെ നമ്മുടെ സിന്തറ്റിന് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി കൊടുത്തതുപോലെ തന്നെ ഇവിടെ എരുമത്തലയുള്ള വ്യവസായികൾ ഇരിപ്പുണ്ട്. നിലവിലുള്ള വ്യവസായികൾക്ക് ഞങ്ങൾക്ക് ആ 10 ഏക്കറിൻ്റെ പ്രൈവറ്റ് ഇൻഡസ്ട്രി തരുമെന്ന് കൊടുത്തതാണ്. ആദ്യം തുടക്കം വെച്ച് അവരാണ്. ഇപ്പോൾ സിന്തറ്റിന് കൊടുത്തതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ 10 ഏക്കറുള്ള 5-6 വ്യവസായം കൊണ്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് വരുന്നതോടെ തന്നെ ലൈസൻസിങ് എളുപ്പമായി. കാരണം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൻ്റെ പരിധി വരുന്നതുകൊണ്ട് എളുപ്പം. അന്നേരം നിക്ഷേപകർക്കുണ്ടായ ആത്മവിശ്വാസം വളരെ വലുതാണ്. നേരത്തെ അതില്ലായിരുന്നു. ഇന്ന് ഫിനാൻസ് ആയാലും സാമ്പത്തികമായാലും ലൈസൻസിങ് ആയാലും കൊണ്ട് നിക്ഷേപം വളരെയാണ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ലേബർ സ്കേഴ്സിറ്റിയാണ്. അതാണ് റോബോട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും കേരളം പോലൊരു സംസ്ഥാനത്ത് MSME മേഖലയെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾക്ക്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് തോന്നി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിലെ കുറച്ച് ഉദ്യോഗസ്ഥരോടുണ്ട്. അവരും കൂടെ അത് നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയും. ജില്ലാ വ്യവസായ ജനറൽ മാനേജർ എന്ന് വെച്ചാൽ റെഫറൽ കേന്ദ്രമാകരുത്. GM ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡയറക്ടറേറ്റിൽ വന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് 6 മാസം കാലതാമസം വരും. അതിവിടെ തന്നെ പരിഹരിക്കാൻ പറ്റും. എന്നാൽ ആ പരിഹരിക്കുന്നതിന് ഈ ഉദ്യോഗസ്ഥരോട് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈസോട്ടി ബിസിനസ് എന്നുള്ളത് സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ പോകാൻ പറ്റും. പക്ഷേ ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് എന്നുള്ള രീതിയിലും ഒരു വ്യവസായ മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയോട് ഒന്നിച്ചു വന്ന കേരളത്തിൽ ആദ്യമായിട്ട് ഇനി വരേണ്ട ആഗ്രഹം വെച്ചാൽ റവന്യൂയും കൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കുതിച്ചിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇത്രയും അധികം യൂണിറ്റുകൾ. കാരണം KSIDCയിലൊരു മാനേജിംഗ് ഡയറക്ടറാണ് CMD ആയിട്ട് വന്നു. മുഖ്യമന്ത്രി ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ല ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുണം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വിട്ടുപോയതാണ്. ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് 2002 സപ്ലൈ കോഡിന് ശേഷം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് മാത്രമാണ് 150 kV വരെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് പുറത്തും കൂടെ അത് ചെയ്യാനായിട്ട് ഈ മാർച്ച് 10-ാം തീയതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നതാണ്. ഈ ജോർജേട്ടന് ഇവിടെ ചെയർ വെച്ചേക്കുന്നത് ESGക്കല്ലേ?
അപ്പം ഞങ്ങൾക്ക് ESG ഇതിൽ റിന്യൂവബിൾ എനർജി വേണം. അപ്പോൾ ഞാൻ ബാലൻ സാർ ഉള്ളപ്പോൾ പോകുമ്പോൾ ചായ കിട്ടുമായിരുന്നു, ആര്യാടൻ മുഹമ്മദ് സാർ ഉള്ളപ്പോൾ പോകുമ്പോൾ കോഴി ബിരിയാണി കിട്ടുമായിരുന്നു. പക്ഷേ വേറൊരു കാര്യം നടക്കില്ല. ഇവിടുത്തെ ഏറ്റവും, അതായത് കേരളത്തിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രോ പവർ ഉണ്ട്. ഹൈഡ്രോ പവർ സങ് കോസ്റ്റാണ്, 10 പൈസയ്ക്ക് മുകളിൽ യൂണിറ്റ് കോസ്റ്റ് ഇല്ല. ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ക്ലിയർ കട്ട് മാഫിയ ഗ്രൂപ്പ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈജാക്ക് ചെയ്തിരിക്കുക. ഐ എം ബീങ് വെരി ഫ്രാങ്ക്. അതുകൊണ്ട് എന്ത് പറ്റും, എനിക്ക് രാമക്കൽമേട്ടിൽ റിന്യൂവബിൾ എനർജി സാധനമുണ്ട്, മറ്റേ വിൻമില്ലുണ്ട്, അതെനിക്ക് എൻ്റെ ഫാക്ടറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർവീജിയൻ കമ്പനിയാണ് നമ്മുടെ ഇത് ഓടിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ESG വളരെ പ്രധാനമാണ്. ESG ഗോൾസ് എന്ന് പറയുന്നത് അവരുടെ ഓവറോൾ പ്ലാനിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ബീൻ ദർ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഗവൺമെൻറ്റിന് കൊടുക്കാം. യു കാൺട്ട് യൂസ് ഇറ്റ്. പക്ഷെ അതിനൊരു ഗുണം, നമുക്കിപ്പോൾ സോളാർ എനർജി വന്നത് വലിയൊരു നേട്ടം തന്നെ യൂണിറ്റുകൾക്ക്. അതെ, അത് വലിയൊരു നേട്ടം തന്നെ. അതേപോലെ നമുക്കിന് ഫയർ പോളിസി, ഇപ്പം നാഷണൽ ബിൽഡിംഗ് കോഡാണ് നമ്മൾ 2016 ഗൈഡ് ലൈൻസ്. ആ ഫയർ പോളിസി ഇപ്പോൾ എന്തായാലും ആയിട്ടുണ്ട്, അതും നമുക്ക് വലിയൊരു ഗുണമായിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും MSME മേഖലയിലേക്കുള്ളൊരു കുതിച്ചുചാട്ടത്തിന് ഇതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ 15 ഏക്കർ എന്ന ലാൻഡ് സീലും കൂടെ ഒഴിവാക്കണം. താങ്ക് യു നിസ്രുദ്ദീൻ. അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം വിമലിനോടും കൂടെ ചോദിച്ചിട്ട്, വിമലിപ്പോൾ ഫണ്ടിങ് ഒക്കെ കിട്ടി, മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഫണ്ട് റേസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു എക്സ്പാൻഷൻ നടത്തുമ്പോൾ കേരളത്തിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുമോ അതോ കേരളത്തിന് പുറത്ത് പോവുമോ? ആക്ച്വലി കേരളത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് FI സ്റ്റാർട്ടിങ്ങിൽ, വരുന്ന FI സ്റ്റാർട്ടിങ്ങിൽ വി ആർ ഓപ്പണിംഗ് 30,000 സ്ക്വയർ ഫീറ്റ് പ്ലാന്റ് ഇൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ പാർക്കിൽ. So that is already in pipeline. And another planned next FI we are starting in Trivandrum itself, in Video Park. So that will be our R&D and corporate HQ. So കേരളത്തിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് FIയിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. വെരി ഗുഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഡിക്കേഷൻ. ഈവൻ അടുത്ത ജനറേഷൻ വരെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റം വന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഒരേ ഒരു കാര്യമുള്ളത്, ആദ്യം നസറുദ്ദീൻ ഇവിടെ പറഞ്ഞു, ഒരു നെഗറ്റിവിറ്റി, ഇപ്പോൾ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് എഴുതുന്നില്ല എന്ന് പറഞ്ഞതുമാതിരി ഒരു നെഗറ്റിവിറ്റി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ താല്പര്യത്തിന് എതിരായിട്ട് ഭവിക്കുക ഉണ്ടാവുക. ഇപ്പോൾ കേരളത്തിൽ മാത്രം കാണുന്നൊരു കാര്യമാണ്, കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്താവാം, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ നാളെ ഭരണപക്ഷത്താവാം. അവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ നമ്പർ 1 ആയാൽ അവരെല്ലാവരും അതിൽ അഭിമാനിക്കണം, അതേക്കുറിച്ച് പറയണം. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും. അതാണ് നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റുകളൊക്കെ അതാ ചെയ്യുന്നത്. അവരതിനെ വിമർശിക്കില്ല ഒരു കാരണവശാലും. ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ പല സ്ഥലത്തുനിന്നും മീഡിയ ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൂടി ഒന്ന് മാറ്റിക്കിട്ടിയാൽ കേരളത്തെക്കുറിച്ച് ഉള്ള സങ്കല്പം, ഒരു വ്യാവസായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 കിട്ടിയത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും വെനെവർ നിങ്ങൾ ഈ പൊളിറ്റീഷ്യൻസിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം, നിക്ഷേപത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാവണം. നിങ്ങളതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് 1 അത് തെറ്റിപ്പോയി എന്ന്. ഏത് ഗവൺമെൻറ് വന്നാലും വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, ഇത് ചേഞ്ചസ് വരാൻ പാടില്ല. കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് അനിവാര്യമാണെന്നുള്ളത് അതാണ് വേണ്ടത്. ഇത് നമ്മളുടെ പ്രായോഗിക കാര്യങ്ങളും കൂടി വേണമല്ലോ ഇതെല്ലാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പറയണം, എല്ലാ രാഷ്ട്രീയക്കാരോടും പറയണം. അതായത് നമ്മളുടെ നിക്ഷേപ സാഹചര്യം മാറി, ഇവിടെ വ്യാവസായിക അന്തരീക്ഷം മാറി. അതേക്കുറിച്ച് എല്ലാവരും അഭിമാനിക്കണം. അതേക്കുറിച്ച് നമ്മൾ പുറത്തിറങ്ങി അത് ശരിയല്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ദോഷമായിട്ടാണ് അത് ഭവിക്കുക. വേറെ ഒരു സ്റ്റേറ്റും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരോടും സംസാരിക്കണം. ഭരണം മാറി മാറി വരും, പക്ഷെ നമുക്കിവിടെ ബിസിനസ് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. പുതിയ നിക്ഷേപകർ വരണം, കേരളം വളരണം. അതിന് നമ്മൾ ഈ നെഗറ്റിവിറ്റിക്ക് എതിരായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു സമീപനം എടുത്താൽ അത് കേരളത്തിന് നല്ലതായിരിക്കും. സമയം 12:30 ആയതുകൊണ്ട് ഞാൻ ഈ ചർച്ച ക്ലോസ് ചെയ്യുകയാണ്. 12:30 വരെയാണ് ഡോക്ടർ സാം സമയം തന്നത്. കറക്റ്റായിട്ട് 12:30ക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.
വ്യവസായ കേരളം വർത്തമാനവും ഭാവിയും എന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് മോഡറേറ്ററിനും പാനലിസ്റ്റിനും. I request Professor Dr. Sam Thomas sir to kindly give away the memento to our moderator. ജിയോജിത്തിൻ്റെ എം ഡിയും കിസാറ്റിൻ്റെ സിൻഡിക്കേറ്റ് അംഗവുമായ ശ്രീ CJ ജോർജ് സർ. അടുത്തതായി ശ്രീ KSSIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും ശ്രീ നിസാറുദ്ദീനും ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സാം സർ. പാനലിസ്റ്റുകൾക്ക് ഉപഹാരം നൽകുന്നതിനായി KSSIയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ PJ ജോസ് സാറിനെ ക്ഷണിക്കുന്നു. Chairman of Group Miran, Sri Navas Miran sir. Sri George Human, Unit Head of Apollo Tyres Kochi. Finally, Sri Vimal Govind CU and Co-founder Gen Robotics. Thank you, sir. Vyavasaya Kerala. Thank you all of you. Vyavasaya Kerala വർത്തമാനവും ഭാവിയും എന്ന ചർച്ച ഇതോടെ സമാപനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ അതിഥികൾക്കും പ്രഭാഷകർക്കും പാനലിസ്റ്റുകൾക്കും സംഘാടകർക്കും കൂടാതെ സന്നിഹിതരായ എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അറിവും അനുഭവങ്ങളും പങ്കുവച്ച് ഈ പരിപാടിയെ സമൃദ്ധമാക്കിയ എല്ലാവർക്കും പ്രത്യേക നന്ദി. ഈ വേദിയിൽ നിന്ന് കൈവരിച്ച ആശയങ്ങളും പ്രചോദനങ്ങളും നമ്മെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തരാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ശുഭദിനം. റിഫ്രഷ്മെൻറ്റ്സ് പുറത്തൊരുക്കിയിട്ടുണ്ട്. പ്ലീസ് എൻജോയ്.